കഴുത്തിൽ കുരുക്കിട്ടിട്ട് കെട്ടി വലിക്കുന്ന ഒരു വീഡിയോ. ആളുകൾ കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് ആയിട്ടാണ്. I saw them catch and kill her right in front of my eyes. ഇതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് എനിക്കിപ്പോ തന്നെ ചേരണം. ഇങ്ങനെയല്ല ഷെൽട്ടർ. ഇതെന്താ ഇങ്ങനെ? 3 കാലുള്ള ഡോഗ്സ്, 2 കാലം ഇല്ലാത്ത ഡോഗ്സ്. റേബീസ് ഫ്രീ ആവണം. Cruelty is everywhere. കൽപ്പിക്കുക ചെയ്യാം. വീട്ടിലുള്ള ഡോഗ്സിനെ വരെ എടുത്തോണ്ട് പോകാനായിട്ട് അവർ നമ്മളെടുത്ത് കൽപ്പിക്കുക. വന്ന് എടുത്തിട്ട് പോ. നായിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് നേരെ ഫോൺ കട്ട് ചെയ്തു. റേബീസ് വരാതിരിക്കാൻ what should be done? I realized that they were പട്ടിപ്പിടുത്തക്കാരൊക്കെ. 12 വർഷത്തിന് ശേഷം നടക്കുന്നതാണ്. പൂച്ചകളെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. മുസ്ലിം ആണെങ്കിൽ പോലും വീട്ടില് പണ്ടോട്ടെ ഡോഗ്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗങ്ങളെയാണ് ഇവരെല്ലാം പിടിച്ചോണ്ട് പോകുന്നത്. എന്നെ ഐശ്വര്യനെയും ചവിട്ടിട്ടു. He kicked us. അതുപോലെ കഴിയുമെങ്കിൽ മാത്രം പട്ടി വളർത്തിയാൽ മതി. Genie Talks. Hi everyone, welcome to Genie Talks. Okay, so ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ബിക്കോസ് എൻ്റെ ലൈഫിൽ there are a lot of things that excites me a lot, പക്ഷേ something that I'm very very passionate about and കുറച്ചെങ്കിലും സമയം എനിക്ക് മാറ്റിവെക്കാൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആനിമൽ വെൽഫെയർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നല്ല നിറയേറ്ററുണ്ട്, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് മൈ ബീയിങ് ഐ തിങ്ക് ആൻഡ് അലോങ് ദ ജേർണി ദർ ഹവ് ബീൻ എ ഫ്യൂ പീപ്പിൾ ദാറ്റ് ഐവ് ഡ്രോൺ ഇൻസ്പിറേഷൻ ഫ്രം. ആനിമൽ വെൽഫെയർ എന്ന് പറഞ്ഞൊരു മേഖലയെക്കുറിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നല്ലത് കേൾക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ മോശവും കേൾക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു കറണ്ട് അവസ്ഥയെക്കുറിച്ചും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്പെൻഡ് സം ടൈം വിത്ത് സം ഓഫ് ദ പീപ്പിൾ ഐവ് സീൻ ഡു ഇൻക്രെഡിബിൾ വർക്ക് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് അതിനെക്കുറിച്ച് ഒരു കോൺവെർസേഷനും വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവർ 3 പേരും ആനിമൽ വെൽഫെയർ എന്ന മേഖലയിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരാളെ എനിക്ക് തുടക്കം നാൾ മുതൽ അറിയാം, മറ്റുള്ളവരെ എനിക്ക് സോഷ്യൽ മീഡിയ വഴി മാത്രം അറിയാം. ബട്ട് വി ഹാവ് ഐ ഫീൽ സംവെയർ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ് വളരെ സിമിലർ ആണെന്നും എനിക്ക് തോന്നിയ കുറച്ച് ആൾക്കാരാണ്. സോ ഐഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ബൈ വെൽക്കമിങ് സാലി. വെൽക്കം ടു ദി ഷോ. സാലി മാത്രമല്ല, ഐ ഓൾസോ ഹാവ് ആന്റണിയ ബജീത്. മൃഗങ്ങൾക്ക് വേണ്ടി വളരെയധികം സംസാരിക്കുന്ന ഒരാളെ ആയിട്ടാണ് ഞാൻ ആന്റണിയെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കാണുന്നത്. അവിടെയാണ് നമ്മൾ കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് വി ഹാവ് മുഹമ്മദ് ഫൈസൽ. ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. ഇവരെല്ലാവരും ഇവിടെ ഇന്ന് ഇരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇന്നലെ നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റിന് ശേഷമാണ് അല്ലേ ആന്റണി? അവിടെ തന്നെ തുടങ്ങാം. എന്തിനായിരുന്നു ഇന്നലത്തെ പ്രൊട്ടസ്റ്റ്? പ്രൊട്ടസ്റ്റ് എന്ന് പറയാൻ നമ്മൾ എല്ലാവരും ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ആലുവയില് 2 ഡോഗ്സിനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് കെട്ടി വലിക്കുന്ന ഒരു വീഡിയോ. ആക്ച്വലി ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്ന കാര്യമാണ്. പട്ടാപ്പകൽ എല്ലാവരും നോക്കി നിൽക്കുക ഇങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നിൽ മറ്റു ആളുകളും ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാനും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം വെച്ചിട്ട് ഒരാളെ തല്ലിയാലും കാര്യമായിട്ടൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. കുഞ്ഞിനെ കൊന്നാലും പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ഒരു പട്ടിയുടെ കാര്യത്തിൽ നമ്മൾ അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സോ എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് മിണ്ടാതിരിക്കുകയല്ല, കഴിയുന്നത് ചെയ്യുക ഇവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ ചോദിക്കാൻ കുറച്ച് പേരെങ്കിലും കേരളത്തിലുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് ലൗഡ് ആയിരുന്നില്ല അവരുടെ ശബ്ദം. പക്ഷെ ഇനി മുന്നോട്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. പ്രായമായൊരു ഇന്നലെ 80 വയസ്സുള്ള ഒരു ചേട്ടനൊക്കെ വന്നിരുന്നു. കാണുമ്പോ ഒരുമിച്ച് വരുമ്പം കാണുമ്പോ ഒരു സമാധാനം. അതെ, അത്രയും പ്രായമായിട്ടും ഇവർക്ക് വേണ്ടിയിട്ട് അവര് നിലനിൽക്കുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെതിരായിട്ടുള്ളൊരു നമ്മളും ഉണ്ട് ഇവരൊക്കെ സംരക്ഷിക്കാനായിട്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഒരു പ്രൊട്ടസ്റ്റ്. എല്ലാ ആനിമൽ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ അനിമൽസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് ആണ്. നേരത്തെ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം സാലി ഒരു ചെറിയ ചിരി ഇവിടെ പാസ്സാക്കി. ഉണ്ടായിരുന്നു മോനെ, അതിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ ഇവിടെ ഇരിക്കുന്നേ. ഈ 2 ദിവസം മുമ്പ് ആലുവയിൽ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ച അതേ ആൾക്കാർ തന്നെയായിരുന്നു 10-15 വർഷം മുമ്പും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ. So now let's go back to ഞങ്ങളുടെയൊക്കെ തുടക്കം. ഞങ്ങളുടെ മുമ്പും ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ നമ്മൾ അതിൽ അത്രയും ഇൻവോൾവ് ആയിട്ടില്ല. സാലി എന്ന് പറഞ്ഞ ആള് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്? സാലി കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ആനിമൽ ആക്ടിവിസ്റ്റ് ആണ്.
എത്രയോ വർഷമായിട്ട്. അതിനുവേണ്ടി യു ആർ ഓൾസോ വർക്കിംഗ് ഫോർ HSI, ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ സാലി ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. ഇത് സാലിയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു കൂടെ കിടപ്പല്ലേ? ഇറ്റ്സ് പാർട്ട് ഓഫ് മീ. എനിക്ക് ലൈക്ക് യു കാൻ സെപ്പറേറ്റ് ആനിമൽ വെൽഫെയർ ഫ്രം മീ എന്നുള്ളൊരു അവസ്ഥയാണ്. How did you become a spokesperson and an activist for this? And actually, I think ചെറുപ്പം തൊട്ടേ ഫ്രം എ വെരി യങ് ഏജ് ഐ ബീൻ അറൗണ്ട് ആനിമൽസ്. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര എംപത്തി ആൻഡ് കൈൻഡ്നെസ് ഉണ്ടായിരുന്നു. വീട്ടിൽ എൻ്റെ ഫസ്റ്റ് മെമ്മറി ഓഫ് എ റെസ്ക്യൂ എന്ന് പറയുന്നത് നമ്മൾ കാറിൽ പോണ സമയത്ത് വി വർ ഇൻ ദ നിൽഗിരീസ്. അപ്പോൾ കാറിൽ അംബാസഡറിൽ പോകുമ്പോൾ ഐ യൂസ് ടു സിറ്റ് ഇൻ ദ ബാക്കിൽ. അംബാസഡറിൽ ആ ഒരു സിംഗിൾ സീറ്റ് അല്ലേ. അപ്പോൾ പപ്പയും മമ്മി ഇങ്ങനെ ഫ്രണ്ടിലുണ്ടായിരുന്നു. സഡൻലി നമ്മൾ ഒരു സ്ഥലത്തെപ്പോൾ അച്ഛൻ കാറ് നിർത്തിയിട്ട് ഹി ഗോട്ട് ഔട്ട് ആൻഡ് ബിഗ് എന്തോ ഒരു തല്ലൂട്ടം ഫൈറ്റ് നടക്കുന്നുണ്ട്. How old were you? ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് 4 or 5. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് തല്ലുകൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബാക്ക് ഡോർ തുറന്നിട്ട് എൻ്റെ കൂടെ 2 ആട്ടുംകുട്ടികൾ. അപ്പോൾ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു അമ്പലത്തിൽ അവരെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാക്രിഫൈസിന് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ അവരായിട്ട് അടി ഉണ്ടാക്കിയിട്ട് അവർ എൻ്റെ കൂടെ ആൻഡ് ദേ ലിവ് ദെയർ ലൈഫ്സ് ത്രൂ ഔട്ട് വിത്ത് മീ. അപ്പോൾ ലൈക്ക് ഐ ഗ്രൂ അപ്പ് അറൗണ്ട് ആനിമൽസ്. റെസ്ക്യൂസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അങ്ങനെയുള്ള സമയത്ത് പക്ഷേ ഇൻ തമിഴ്നാടു ദ സീൻ ഇസ് മച്ച് ഡിഫറെൻറ്റ്. ചുറ്റും ഞാൻ കാണുന്നത് കുറച്ചും കൂടി പൊതുവെ ക്രുവൽറ്റീസ് എവ്രിവെയർ. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ അത്രയ്ക്കൊരു ഈ സ്ട്രീറ്റ് ഡോഗ്സിനോടുള്ളൊരു ദേഷ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 12 വയസ്സുള്ളപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ ദർ വാസ് എ ഡോഗ് ദാറ്റ് വി വർ ഫീഡിങ് നിയർ ആ ഹോം. അപ്പോൾ അവളെ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് പട്ടിപ്പിടുത്തക്കാർ ഐ സോ ദം ക്യാച്ച് ആൻഡ് കിൽ ഹർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ലൈക്ക് ഐ കുഡൻ ഡു എനിത്തിങ്. ഞാൻ അവിടെ നിന്ന് ഓൾ ഐ കുഡ് ഡു വാസ് ജസ്റ്റ് സോ ഹെൽപ്ലെസ്ലി ഐ വാസ് ക്രൈയിങ് ആൻഡ് yeah, that was when I decided in my mind like I have to do something, and like if I'm ever doing something it'll be for the animals, and I think I kept my word to that. I think animal welfare even national recognition കിട്ടിയ ഒരാളാണ് സാലി. പക്ഷേ എത്ര റെക്കഗ്നിഷൻ കിട്ടിയാലും എത്ര ഒച്ചയൊക്കെ ഉണ്ടാക്കിയാലും sometimes you feel so helpless. അതങ്ങനെ കുറേ moments ഞാൻ I've seen it, and we'll want to get into all of that. മുഹമ്മദ് ഫൈസൽ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? ബിക്കോസ് പൊതുവെ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത് ഹൗ ആർ യു അല്ലേ? അതെ, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണത്. അതായത് ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു മാം. വീട്ടിൽ ഇപ്പം മുസ്ലിം ആണെങ്കിൽ പോലും വീട്ടിൽ പണ്ട് തൊട്ടേ ഡോഗ്സ് ഉണ്ടായിരുന്നു. ഉമ്മായിക്കാണെങ്കിലും വാപ്പായിക്കാണെങ്കിലും ഡോഗ്സിനോട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമുക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു. അന്നേരം ആ ഒരു സ്നേഹവും കാര്യങ്ങളും നമുക്ക് അവരോടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ഇത് നമ്മൾ പുറത്തുള്ള ഡോഗ്സിനെ കാണുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഡോഗ്സിനെയാണ് നമ്മൾ അവരിൽ കാണുന്നത്. അന്നേരം അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അന്നേരം നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് മാത്രമായിരുന്നു ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ഡോഗ് റോഡിൻ്റെ നടുക്ക് കഴുത്തിൽ ഫുള്ള് ഒരു വോണ്ടുമായിട്ട് അതിനകത്ത് ഫുള്ള് മാഗറ്റായിട്ട് കിടക്കുമായിരുന്നു. അന്നേരം ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഇല്ല, മരിച്ചു കിടക്കുകയാണെന്നാണ് വിചാരിച്ചത്. അന്നേരം ഒരുപാട് പേരെ നമ്മൾ അന്നേരം ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചു. അന്നേരം മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചു. പിന്നെ വെറ്റിനറി ഹോസ്പിറ്റൽ പുനലൂരാണ്, വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ചു. റെസ്ക്യൂവേഴ്സിനെ ഗൂഗിൾ നോക്കിയിട്ട് വിളിച്ചു. അന്നേരം ആരും ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്നുള്ളത് നമുക്കന്ന് മനസ്സിലായി. അന്നേരം നമുക്കന്ന് ഈ ഒരു ഡോഗിനെ കാണുമ്പോഴാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സ് ഇത്രയും സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. അന്നേരം ഞാൻ വേറെ ആരും ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ അതിന് മുൻകൈ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ ഈ ഡോഗിനെ കയറ്റിയിട്ട് പുനലൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു 3-4 ദിവസമായപ്പോഴത്തേക്ക് ആളുടെ വൂണ്ടെല്ലാം ഹീലായിട്ട് ആൾ രക്ഷപ്പെട്ടു. അന്നേരം നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതായത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡോഗ് അവിടെ കിടന്ന് മരിച്ചു, ഉറപ്പായിട്ടും മരിക്കും. അന്നേരം ആ ഒരു സാറ്റിസ്ഫാക്ഷനകത്തു നിന്നാണ് തുടങ്ങിയത്. ആന്റണി എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ വീട്ടിൽ പണ്ട് തൊട്ടേ കുറേ പൂച്ചകളുണ്ട്. ജനിച്ച വീട്ടിൽ പൂച്ചകളുടെ നടുക്കാണ് വളർന്നത്. പട്ടികളൊന്നുമില്ല. അപ്പോൾ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും മേമ അനിയത്തി എല്ലാവർക്കും പൂച്ചകളോടൊക്കെ ഇഷ്ടമാണ്. പട്ടികളൊന്നും ആ ലൈഫിൽ ആ നേരത്തെ വന്നിട്ടില്ല. പിന്നെ വഴിയിലൊക്കെ പോകുന്ന പട്ടിക്കുട്ടികളൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കും, പ്രൊട്ടക്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റെസ്ക്യൂ എന്ന് പറയാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഞാൻ ഒരു സിനിമയ്ക്ക് പോയിട്ട്, എനിക്ക് ചില പ്രാന്ത സിനിമയ്ക്ക് പോയിട്ട് ഞാൻ നടന്നൊക്കെ വീട്ടിലേക്ക് വരും. അപ്പോൾ നടന്നിങ്ങനെ വരുന്ന ഒരു ചേട്ടൻ വിളിക്കുകയാണ് എന്നെ, ആൻ്റണി ഒന്ന് വരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം. നമ്മുടെ അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ അവിടെ ഒരു പട്ടി വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ. കാരണം എനിക്ക് പട്ടികൾ ഇഷ്ടമാണ്, ഇയാളെ എനിക്ക് പരിചയമില്ല.
പക്ഷെ ഇയാൾ എന്നെ വിളിക്കുകയാണ്, ആൻ്റണി ചേട്ടാ എനിക്ക് മനസ്സിലായില്ല ചേട്ടൻ ആരാന്ന് ചോദിച്ചപ്പോൾ ആൻ്റണി ഞാൻ കണ്ടിട്ടുണ്ട്, പാർക്കിലൊക്കെ ഇരിക്കുമ്പോൾ ആൻ്റണിൻ്റെ ചുറ്റും കുറേ പട്ടികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ ചേട്ടനും കൂടി പട്ടികളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നീട് അവിടെ വരെ ഉള്ളൂ എനിക്കറിയാവുന്നത്. ഹോസ്പിറ്റൽ വരെ എത്തി. അപ്പോൾ എന്തോ ഫ്രാക്ചറാണ്, അപ്പോൾ അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെയാണ് അവിടുത്തെ വെറ്റിനറി ഡോക്ടറാണ് പിന്നീട് തൃശ്ശൂരുള്ള പോസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ നമ്പർ തന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. അവർ വന്ന് ഈ പട്ടിയെ കൊണ്ടുപോയി. പക്ഷേ അവർ വരാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുത്തു. അതുവരെ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് ഇതിനെ നോക്കിയത്, ഈ പട്ടിയെ നോക്കിയത്. പിന്നെ ഈ പട്ടിയെ കൊണ്ടു കഴിഞ്ഞപ്പോൾ പിന്നൊരു ഇതിനെ കാണണം എന്നൊരു താല്പര്യം. കുറച്ച് കാലങ്ങളിൽ ഞാൻ നോക്കിയതാണല്ലോ. അപ്പം ഞാൻ അവിടെ ഓർഗനൈസേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്നുണ്ട്, നിങ്ങളുടെ ഷെൽട്ടർ എവിടെയെന്ന് വെച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോസിൻ്റെ ഷെൽട്ടറിലേക്ക് കയറുന്നത്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ ആകെ ഭയങ്കര ഇമോഷണലായി. കാരണം അവിടെ കാണുന്നത് 3 കാലുള്ള ഡോഗ്സ്, 2 കാലില്ലാത്ത ഡോഗ്സ്, പാരലൈസ്ഡ് ആയിട്ടുള്ള ഡോഗ്സ്, കണ്ണില്ലാത്ത ഡോഗ്സ്, സ്കിന്നില്ലാത്ത ഡോഗ്സ്, ഇത്രയും ഇതൊന്നുമില്ലാത്ത പലതരത്തിലുള്ള ആനിമൽസ് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. വേറൊരു ലോകത്തേക്ക് കയറിയ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അങ്ങനെ ഞാൻ ആ ഡോഗിനെ കണ്ടു. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് തോന്നി എനിക്ക് എൻ്റെ പാർട്ടാവണമെന്ന് തോന്നി. ഞാൻ അവിടെ നേരെ പോസിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അവരെന്തോ ഭയങ്കര തിരക്കിലൊക്കെയാണ് പ്രീതിയൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എനിക്കിപ്പോൾ തന്നെ ചേരണം, ഇതിനകത്ത് എനിക്കിപ്പോൾ തന്നെ ചേരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെന്തോ തിരക്കിലായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ചെന്നു, എനിക്ക് ചേരണം. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ പാർട്ടായി. പിന്നീട് അങ്ങോട്ട് എൻ്റെ വീടിൻ്റെ അവിടുത്തെ റെസ്ക്യൂസ് പോസിന് കോൾ വരുമ്പോൾ ആസ് എ വോളണ്ടിയർ എന്ന രീതിയിൽ എന്നെ വിളിച്ചിട്ട് പോയി നോക്കാൻ പറയും. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് എൻ്റെ നമ്പർ ആളുകളിലേക്ക് എത്തി. ആ സാധനമാണ് ഏറ്റവും വലിയൊരു ട്രബിൾ മേക്കിംഗ് സാധനം, നമ്മുടെ നമ്പർ. ഇവിടെ ഫോണൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. ബിക്കോസ് ഇപ്പൊ കേരളത്തിലല്ല തമിഴ്നാട്ടിലാണെങ്കിൽ വരെ ഇവിടെ കോൾ വരും, എല്ലാ ജില്ലയിലും. അതെ, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ളവരെ വിളിക്കുമ്പോൾ പോലും കൊല്ലത്ത് കിടക്കുന്ന എന്റെ നമ്പറായിരിക്കും കൊടുക്കുന്നത്. അത് ഏറ്റവും സർപ്രൈസിംഗ് ഫാക്ട്. വെറ്റിനറി ഡോക്ടേഴ്സ് വരയ്ക്കും നമ്മുടെ നമ്പർ. വെറ്റിനറി ഡോക്ടേഴ്സ് കൊടുക്കും, പഞ്ചായത്ത് മെമ്പേഴ്സ്, എവ്രിവൺ. അതിനൊരു അവസ്ഥയാണ്. പ്രൈവറ്റ് ആയി ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാരും തന്നെ. ഏറ്റവും കൂടുതൽ പബ്ലിക്കിന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പം ഈ പ്രൈവറ്റ് ആൾക്കാരുടെ നമ്പറാണ്. ഇവർ വോളണ്ടിയർ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും നമ്മളുടെ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട് ഇതിനു വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ. ആബ്സല്യൂട്ട്ലി. ഐ മീൻ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസിനുള്ള അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ പലരും ഈ പറയുന്ന പോലെ വിളിച്ചു പറയുമ്പോ കൽപ്പിക്കുക ചെയ്യുക. അതായത് നമ്മളിത് ചെയ്യേണ്ടവരാണ്, ഞങ്ങൾക്കിത് ചെയ്യേണ്ടവരാണ്, ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾക്ക് ഇതിന് ഫണ്ടിങ് ഉണ്ട് എന്നൊരു എല്ലാവരും അല്ല പറയുന്നത്. നല്ല ആളുകളുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ കുറെ പേര് വിളിച്ചിട്ട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ഡിസപ്പോയിന്റഡ് ആവും. പക്ഷെ ഇതിപ്പോ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കാര്യത്തിനകത്താണെങ്കിലും ഓക്കെ, വീട്ടിലുള്ള ഡോഗ്സിനെ വരെ എടുത്തോണ്ട് പോകാനായിട്ട് അവർ നമ്മളെടുത്ത് കൽപ്പിക്കുകയാണ്. വീട്ടിലുള്ള ഡോഗ്സിന് രാവിലെ ഞാനിവിടെ വന്ന് കയറുന്നതിന് തൊട്ട് മുൻപ് ഒരു 15-20 മിനിറ്റ് എനിക്ക് കോൾ വന്നു. എനിക്ക് തോന്നുന്നു ഒരു യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആള് പറഞ്ഞു ആൾക്കൊരു പട്ടിയുണ്ട്, വഴിയിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ്, 1.5 വയസ്സോ പ്രായമുണ്ട്. ഈ കുട്ടിക്ക് PG പോകണം. അപ്പോൾ ഡോഗിനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബീച്ചിൽ ഡോഗിനെ നിർത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പല റെസ്ക്യൂവേഴ്സും ചിലപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുന്നവരുണ്ടാവട്ടോ, ഞാൻ അങ്ങനെയുള്ള ആളല്ല. ഒരു ഓണറുള്ള പട്ടിയും ഞാൻ ഏറ്റെടുക്കില്ല. അവരിപ്പോൾ കൊണ്ട് തെരുവിൽ കളയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനെടുക്കും. അല്ലാതെ ഒരു വീട്ടിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡോഗിനെ ഞാൻ ഏറ്റെടുക്കില്ല. കാരണം നമുക്ക് സ്ട്രേസിനെ തന്നെ എടുക്കാൻ സ്പേസും ഇല്ല, സമയമില്ല, റിസോഴ്സും ഇല്ലാതെ ഇരിക്കുന്ന നേരത്താണ് നമ്മളിത് നോ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ചുറ്റുമുള്ള അയൽപ്പക്കക്കാർക്ക് പ്രശ്നമാണ്, ചിലപ്പോൾ ഇവർ വിഷം കൊടുത്ത് കൊല്ലും, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇതിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളുടെ ഡോഗല്ലേ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറഞ്ഞു. നേരെ കോള് വെക്കാൻ നേരത്ത് നായിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് നേരെ ഫോൺ കട്ട് ചെയ്തു. വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ അവർക്ക് അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു. ആ ഒരു നേരത്തെ ഫ്രസ്ട്രേഷൻ്റെ ഇടയിൽ നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ച് സോറി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെർബൽ അബ്യൂസിന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഞാൻ തെറി കേൾക്കേണ്ടി വന്നു. നമ്മളിപ്പോ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരു ഡോഗിനെ എടുത്ത് വളർത്തുമ്പോഴത്തേക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിന്റെ ലൈഫ് അവസാനിക്കുന്നത് വരെ അതിനെ നോക്കുക എന്നുള്ളത്. അന്നേരം അവർക്ക് അത് പകുതി വഴി വെച്ച് അവസാനിപ്പിക്കാനായിട്ട് ഒരു ഇതും ഇല്ല, റൈറ്റും ഇല്ല. അന്നേരം
അങ്ങനെയുള്ളവർ നമ്മളെ വിളിച്ചിട്ട് അങ്ങ് കൽപ്പിക്കുകയാണ്, നമ്മൾ എടുത്തുകൊണ്ട് പോകുക. അതായത് നമ്മൾ ബാക്കിയുള്ള റോഡിലുള്ളതിനെ എടുക്കുന്നില്ലേ, അന്നേരം പിന്നെ ഇതിനെയും കൂടെ എടുത്തോളൂ എന്നുള്ള രീതി. മെയിൻ കേരളത്തിൽ റെസ്പോൺസിബിൾ പെറ്റ് പേരൻറ്റിങ് ഇസ് സംതിങ് ലൈക്ക് ഇവിടെ ആർക്കും അറിയാത്ത ലൈക്ക് മോസ്റ്റ് ലൈക്ക് ദ മെയിൻ ഡിഫറൻസ് ഐ സീൻ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പെറ്റ്സിനെ വെക്കലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇവിടെ പെറ്റ്സിനെ ആൾക്കാർ വെക്കണത് ഒരു കമ്പാനിയൻ ആനിമൽ ആയിട്ടല്ല. വെരി ഫ്യൂ പീപ്പിൾ ഐ സീൻ കീപ് ആനിമൽസ് ദാറ്റ് വീടിന്റെ അകത്തേക്ക് കയറാം. ഇത് ഗാർഡ് സെക്യൂരിറ്റി, അതായത് വലിയ വീടുണ്ടാവും, പുറത്തൊരു കൂടുണ്ടാവും, കൂട്ടില് പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ വരുന്ന വേസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ അവർക്ക് അത്രയുള്ള അറ്റാച്ച്മെന്റ്. അപ്പൊ അതിനൊരു അസുഖം വരെ വയ്യാണ്ടാവേ ചെയ്താൽ ലൈക്ക് ദേ ആർ നോട്ട് റെഡി ടു അതിനുവേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഡോഗിനെ വെക്കാന്ന് പറയുന്നത് ഒരു വീട്ടിലൊരു ഇറ്റ്സ് ലൈക്ക് ഹാവിങ് അനദർ ഫാമിലി മെമ്പർ. അത്രയും ചെലവ്, വയ്യാണ്ടായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ പല അതിന്റെ ലൈക്ക് യു ഹാവ് ടു ബി റെഡി. ലൈക്ക് ആൾക്കാരുടെ വിചാരം ബൊമ്മയാണ് എന്നാ. ഇപ്പൊ ഛർദിക്കയില് എന്താ പട്ടി ഛർദിച്ചു, പട്ടി മൂത്രം ഒഴിക്കാൻ എല്ലായിടത്തുന്ന പട്ടി മൂത്രം ഒഴിക്കാൻ മൂത്രം ഒഴിക്കാൻ അപ്പിയിടുക, ഇല്ലെങ്കിൽ ഛർദിക്കുക. ആൻഡ് പപ്പീസിനെ വേണം എല്ലാവർക്കും. അഡോപ്റ്റ് ചെയ്യണവർക്ക് പപ്പീസിനെ വേണം. പപ്പീസ് ആവുമ്പോൾ ടീത്തിങ് ഉണ്ട്, ആ ഒരു കാല് ചവയ്ക്കും, ഫേർണിച്ചർ ചവയ്ക്കും. ഇതൊന്നും അറിയാണ്ടാണ് പീപ്പിൾ ജസ്റ്റ് സീ എ ക്യൂട്ട് പപ്പി ഓർ എ ഡോഗ് ആൻഡ് ദേ വാണ്ട് ഇറ്റ്. അപ്പം ഐ തിങ്ക് ബേസിക് ആയിട്ട് സ്കൂൾസ് തൊട്ട് ലൈക്ക് ഇങ്ങനെ റെസ്പോൺസിബിൾ പെറ്റ് പേരന്റിങ് ഷുഡ് ബി we should go and do like this awareness കുട്ടികൾ തൊട്ട്. So let's start at the very beginning. Okay, ഇപ്പം animal welfare എന്ന് പറയുന്നത് it's എന്താണ് animal welfare? What is animal welfare, Sally? An animal being in like ആ ഒരു 5 freedoms ഇല്ലേ, being able to express itself, being free from pain and distress, ആ ഒരു ഫുഡ് കഴിക്കാൻ പറ്റണത്, ബീങ് ഏബിൾ ടു എക്സിബിറ്റ് ദ നാച്ചുറൽ ബിഹേവിയേഴ്സ്, ആ ഒരു ഫ്രീഡംസ് അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗുഡ് വെൽഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളെ വിടാം, നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ എന്താണ് പ്രശ്നം? വാട്ട് മേക്സ് ആനിമൽ വെൽഫെയർ സോ ഡിഫിക്കൾട്ട് ഇൻ കേരള? അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ഇവിടുത്തെ ഇപ്പൊ ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളിലാണല്ലോ ഫോക്കസ്. നമുക്ക് അവിടെ തുടങ്ങാം, നമുക്ക് ബാക്കി എല്ലാത്തിലേക്കും വരാം. തെരുവ് നായകൾ കേരളത്തിൽ കൂടുതലാണെന്ന് പറയുന്നു. ഓക്കെ, ഗോവയിൽ പോയാലും ബോംബെയിൽ പോയാലും ബാംഗ്ലൂർ പോയാലും ഇതിനെക്കാട്ടും കൂടുതൽ തെരുവ് നായകൾ അവിടെ ഉണ്ട്, അവിടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ല. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഈ ഒരു ബന്ധം കേരളത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കേരളത്തിലെ തെരുവുനായ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ പൊതുജനങ്ങളുടെ മെന്റാലിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പൊതുജനങ്ങളുടെ മെന്റാലിറ്റി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഇത് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തത്. ഇപ്പം ഒരു തെരുവുനായ ഒരാളെ കടിച്ചെന്ന് വിചാരിച്ചു, അന്നേരം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഒരു തെരുവുനായ പ്രസവിച്ചു, അതിൽ ആളുകൾ ആദ്യം കുറ്റം പറയുന്നത് ഈ നായക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തവരെയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചവരെയോ ആയിരിക്കും. അതല്ലാതെ ഈ നായക്ക് റാബീസിന്റെ വാക്സിനേഷൻ കൊടുക്കാത്ത ഭരണകൂടത്തിനെ ആൾക്കാരൊന്നും പറയാറില്ല, ഉപേക്ഷിച്ചവരെ പറയാറില്ല, വന്ധീകരിക്കാത്തവരും ദിസ് ഇസ് ദ പ്രോബ്ലം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കാനുള്ള സാമാന്യ ഒരു എഫേർട്ടോ ബുദ്ധിയോ യൂസ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. അറിവില്ലായ്മയാണ്. ഓക്കെ, ആ അറിവ് എന്ന് പറയുന്നത് പടർത്തി കൊടുക്കാൻ വേണ്ടി ചിലവര് കുറച്ച് ഞാനൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് വൈകാരികമായി സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇമോഷൻസ് വരുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം എന്ന് പറഞ്ഞത് കളയും, ഞങ്ങൾക്ക് വാല്യൂ ഇല്ല. ഇത് കുറച്ച് പ്രാക്ടിക്കലായി സെൻസിബിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ചില സമയത്തെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ നടക്കൂ. എന്തുകൊണ്ടാണ് നമ്മളുടെ ഗവൺമെന്റും ലോക്കൽ സെൽഫ് ഗവൺമെന്റും ഒന്നും ചെയ്യാത്തത്? What do you think? Animals don't have a vote. Vote illalo, like basic thing. Animals na like avirku they want to please the public, and majority public ne endha venda, they do things to keep the public happy, and more people idana like sterilization is the solution or vaccination is the solution in Keralathil like we have been telling for ages പറഞ്ഞ അപ്പം തന്നെ അവർ രാഷ്ട്രീയക്കാർ പറയും ഇത് നമ്മൾ ട്രൈ ചെയ്തു വിജയിച്ചിട്ടില്ല. എവിടെ ട്രൈ ചെയ്തു? ദേ ഹാവൻ ഡൺ ഇറ്റ് കണ്ടിന്യൂസ്ലി ഫോർ ABC ടു വർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 years എങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്ഥലത്ത് ഇറ്റ് ഷുഡ് ഗോ ഓൺ. അപ്പം മാത്രമാണ് ഒരു 75 to 80% കവറേജ് കിട്ടുള്ളൂ ഡോഗ്സിനെ. ഓക്കെ, സോ ഈ തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്ന് അവരവിടെ വരാതിരിക്കാനുള്ള വരുന്നതിന്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണം തന്നെയാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് കേരളത്തിൽ വളരെ മോശമാണ്. അത് സോർട്ട് ചെയ്യാതെ ഈ തെരുവുനായ പ്രശ്നം മാറില്ല. അത് തെരുവുനായ കൊന്ന അവിടെ എലി വരും,
അവിടെ മറ്റു മൃഗങ്ങൾ വരും, അതൊക്കെ ഓക്കെയാണ്. 2, ഈ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ് അവര് ഇതിനു വേണ്ടി ഒരു ബഡ്ജറ്റ് അലക്കേറ്റ് ചെയ്യുന്നില്ല. വളരെ അപൂർവമായി പ്രശ്നം രൂക്ഷമാവുമ്പോൾ ഒരു സാധനം വരും. ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 98 കോടി കഴിഞ്ഞ വർഷം അലോക്കേറ്റ് ചെയ്തിട്ട് അതിൽ 13 കോടി മാത്രമേ അതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ. എവിടെ ചെലവഴിച്ചു? അത് അവർ പറയുന്നതാണ്, ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു 10 ഡോഗ്സ് ഉള്ള ഒരു കൂട്ടത്തിനകത്ത് നിന്ന് ഒരു ഡോഗിനെ കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം? കാര്യമില്ല. അതാണ് ചെയ്യുന്നത്. ഇവര് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഒരു സ്ഥലത്ത് ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ ഒരു 10 ഡോഗ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് പോയി സ്റ്റെറിലൈസേഷൻ പോലും ചെയ്യത്തില്ല, വാക്സിനേഷൻ മാത്രം എടുത്തിട്ട് അവരുടെ ജോലി നോക്കിയിട്ട് പോകും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു സമയത്ത് ചെറിയ രീതിയിൽ എറണാകുളത്ത് അത് തുടങ്ങിയിരുന്നു. പണ്ട് ഡോക്ടർ കിഷോറും സോണിക്കയും കൊച്ചി കോർപ്പറേഷനിലെ ABCDക്ക് വേണ്ടി ഐ തിങ്ക് ഏതോ ഒരു ഗവൺമെന്റ് ഉള്ള സമയത്ത്, ഐ തിങ്ക് 10 years back, 2015 ടൈമില് ആ സമയത്ത് അത് ചെയ്തിരുന്നു. കുറച്ച് ഇഫക്റ്റീവായി വന്ന് തുടങ്ങിയതാണ്. ഒരു ബിക്കോസ് നമ്മൾ വിളിച്ച് ഇവിടെ മൃഗങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പം അവരത് വളരെ ബ്യൂട്ടിഫുള്ളി, അത് ചെയ്ത ഡോക്ടേഴ്സിനെയും കൂടെ ഒരു കഴിവാണെന്ന് പറയണം. അവിടെ കൊണ്ടുപോയി ബന്ധീകരിച്ചു. പക്ഷെ അത് 1-2 വർഷം കഴിഞ്ഞ് നിർന്നു. ആ പ്ലാൻ അവരങ്ങ് ക്ലോസ് ചെയ്തു. കണ്ടില്ല, നമ്മൾ ഈ സോഴ്സ് നിർത്തുന്നവരെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. വാട്ട് ഇസ് ദ സോഴ്സ്? ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ഇപ്പം നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന തെരുവ് നായ്കൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അബാൻഡൻഡ് ആയിട്ടുള്ള അനിമൽസ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾ. സോ വീട്ടിൽ വളർത്തിയ ഏതോ പട്ടിയോ പൂച്ചയുടെ പട്ടികളുടെ അതെ ബ്രീഡേഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് വളർത്തിയിരുന്നതാണെന്നുള്ളത്. നാടൻ നായ്ക്കളുടെ എത്രയോ കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് കളയാണ്. ഒരു ലാബ്രഡോർ വഴിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പാവം തോന്നും. ഓ, ആരോ കൊണ്ടുപോയി രാത്രി ഇറക്കി വിട്ടാണ്ടോ എന്ന് പറയും. അതേസമയം ഒരു നാടൻ പട്ടിയാണ് ആ പോകുന്നത്, അത് തെരുവുനായാണ്, അത് രാത്രി കളഞ്ഞതാവോ, അതിനെപ്പറ്റി ആർക്കും കൺസേൺ ഇല്ല. അതല്ല, വീട്ടിൽ വളർത്തിയ ഡോഗ്സ് കുറച്ച് അഗ്രസീവ് ആയിരിക്കും. പുറത്തുള്ള ആളുകളെ വളർത്തിയിരിക്കുന്നത് അതിനെ കൊണ്ടുവന്ന് കളയുമ്പോഴത്തേക്ക് ആ ഒരു ഡോഗ് ചിലപ്പം പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോഴത്തേക്ക് ചിലപ്പം കടിക്കുമായിരിക്കും. പക്ഷെ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് തെരുവുനായകളെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ വെച്ചിരുന്ന ഒരു ഡോഗിനെ റെസ്ക്യൂ ചെയ്തു. വാടക വീട്ടുകാർ താമസിച്ചിട്ട് അവർ 3 വർഷം മുന്നേ താമസം മാറിപ്പോയി. എന്നിട്ട് ഡോഗ് 3 വർഷമായിട്ട് അവിടെ ഉണ്ട്. ഒറ്റ കേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. മേൽക്കൂരിയില്ല, ഒരു കമ്പിയുടെ ഒരു കേജിന് ചുറ്റും പട്ടിയെ കാണാത്ത രീതിയിൽ കാട് പിടിച്ചേക്കുന്നു. അതിൻ്റെ ഉള്ളിൽ 3 വർഷമായിട്ടൊരു എന്താ പറയുക, നമ്മൾ ഈ ഏതൊരു സിനിമയുണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജ് ഒരാളെ കാരാഗ്രഹത്തിലായി, അതുപോലെ പുറം ലോകം കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ വെച്ചാൽ അഗ്രസീവ് ആയിരിക്കും. അയൽപക്കത്തെ ആരോ 3-4 ദിവസം കൂടുമ്പോ എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുക്കും. ആ ഡോഗിനെ ഞാനിപ്പോഴത്തെ എൻ്റെ കൂടെ ഉണ്ട്. ഭയങ്കര സ്നേഹമുള്ള ഒരു പട്ടിയാണ്. ഹെൽത്ത് ഒക്കെ വളരെ മോശമാണ്. അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല, അവർക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം അത്രയും 3 വർഷം മുമ്പ് റേബീസ് വാക്സിൻ ഒന്നും എടുത്തിട്ടേ ഇല്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇതുപോലെ ഇഷ്ടം പോലെ ഒരു 12 വർഷമായിട്ട് കൂട്ടിൽ കിടന്നൊരു പട്ടിയെ ഞാൻ എടുത്തിട്ടുണ്ട്. കൂട് തുറന്നിട്ട് പുറത്തേക്ക് വരാൻ പട്ടിക്ക് അറിയില്ല. അവനറിയില്ല. നടക്കുന്നത് മുയലൊക്കെ നടക്കുന്ന പോലെ ചാടി 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 ആദ്യമായിട്ട് 12 വർഷത്തിന് ശേഷം നടക്കുന്നതാണ്. മണ്ണിൽ ചവിട്ടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ വളർത്തുന്ന ആളുകളുണ്ട്. ഇവർ ഈ 12 വർഷമായിട്ട് കൂട്ടിലിട്ട പട്ടിയെ ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കും. ഈ 12 വർഷമായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടാവില്ല. ഈ ഡോഗ്സിനെ മുഴുവനും രാത്രി കൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് റേബീസ് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗ് ബൈറ്റിൽ കൂടുതലും റേബീസ് ആണല്ലോ. അത് വെറുതെ ഒന്നൊരു ഡോഗും കടിക്കത്തില്ല, കൂടുതൽ റാബീസ് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവരെ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയുടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവള് കടിക്കും. അല്ലെങ്കിൽ അബ്യൂസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ചിലവര് ബൈക്കിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു തട്ട് ചെയ്യും. ഇപ്പൊ ഒരു വാക്സിനേഷൻ ഡ്രൈവ് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. അവിടെ ആണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഡോഗ് ക്യാച്ചേഴ്സിനെ വിളിക്കും. അവർ വരും. ഒരു 3-4 ദിവസത്തെ ഒരു ഡ്രൈവാണ്. ഈ 4 ദിവസത്തിനുള്ളിൽ ഇവര് പോയിട്ട് ഒരു 10 ഡോഗ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 ഡോഗിനെ കിട്ടും. ബാക്കിയുള്ള 7 ഡോഗ് ഓടിക്കളയും. ഇതിനെ രണ്ടാമതൊന്നും വാക്സിനേറ്റ് ചെയ്യുന്നില്ല. നാളെ അടുത്ത ഏരിയയാണ്. ഇങ്ങനെ ഒരു 500 ഡോഗുള്ള ഒരു പഞ്ചായത്താണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 200-250 ഡോഗിനെ ഇവർക്ക് വാക്സിനേറ്റ് ചെയ്യാൻ കഴിയും. ഈ 4 ദിവസം കഴിഞ്ഞാൽ ഇവർ അടുത്ത പഞ്ചായത്തിലേക്കോ അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ടോ ഇവർ പോകും. പിന്നെ രണ്ടാമത് വന്നിട്ട് വാക്സിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് റേബീസ് വരാതിരിക്കുക? റേബീസ് ഒരു അസുഖമല്ലേ റേബീസ്? എന്തൊക്കെ പറഞ്ഞാലും റേബീസ് ഒരു അസുഖമാണ്. അസുഖം വന്ന് ഒരു നായ ഒരാളെ കടിക്കുന്നത് അത് നായയുടെ കുറ്റമാണോ? ഇത് ചെയ്യേണ്ട ആളുകളുടെ റേബീസ് വരാതിരിക്കാൻ വാട്ട് ഷുഡ് ബി ഡൺ, സാലി?
വാക്സിനേഷൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ദർ ആർ ഇൻസ്റ്റൻസസ് വേർ ദ വാക്സിൻ ഇസ് ഓൾസോ, അത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ റേബീസ് വാക്സിൻ വെക്കണത് ആ ഒരു അതിന്റെ ഫ്രീസറിൽ വെക്കണത്. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ എങ്ങാനും ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ അവർ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വാക്സിന്റെ എഫിക്കസി പോവും. അപ്പൊ വാക്സിൻ കൊടുത്തിട്ടും അത് എഫക്റ്റീവ് അല്ലാത്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. സോ ദ സിസ്റ്റം മസ്റ്റ് ബി റൈറ്റ്. അതാണ് ഈ റേബീസ് വാക്സിൻ വൺസ് ഇൻ എ ലൈഫ് ആണോ എവറി ഇയർ ആണോ എങ്ങനെയാണ്? ഇയർലി. അത് ഇറ്റ്സ് ചിലവർ അത് പറയുന്നുണ്ട് ലൈക്ക് ഓവർ വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐ ഹവ് സീൻ എ ഫ്യൂ വീഡിയോസ്. പക്ഷേ 2 ഡോസ് എടുക്കണം, ബൂസ്റ്റർ എടുക്കണം. ബൂസ്റ്റർ പക്ഷേ ഇയർലി മൾട്ടി വാക്സിൻ ആൻഡ് ആന്റി റേബീസ്, ബിക്കോസ് ഐ ഫിയർ മോർ ഫോർ ഡിസ്റ്റംപർ ആൻഡ് പാർവോ ദാൻ റേബീസ് ഫോർ ദ റെസ്ക്യൂസ് ഐ ഹാവ്. പക്ഷെ ഈ ഒരു ARV ആൻഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ലൈക്ക് ഗവൺമെന്റ് അതൊരു സ്ട്രിക്റ്റ് ആയിട്ട്. ആൻഡ് കേരളത്തിൽ ഇത്ര ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, വി ആർ ഡെവലപ്ഡ് സോ മച്ച്. There are so many other states in India where 100% rabies free ആയി കഴിഞ്ഞു അവര്. With half like there are lots of places. ഇപ്പോൾ ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും like they made it like more than 80% 90% of the dogs have been sterilized and vaccinated. So അതൊരു കണ്ടിന്യൂസ്ലി കുറച്ച് വർഷം ഇത് ചെയ്ത് വന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ ഒരു 70-80% എത്തുള്ളൂ. ആൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ the government is collaborating and working with NGOs. വർക്കിംഗ് വിത്ത് ലോക്കൽ NGOs ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അതെങ്കിലും മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഗവൺമെന്റ് മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ആത്മാർത്ഥത ഉണ്ടാവത്തുള്ളൂ. ഇവർക്കും കൂടെ നല്ലത് വരണം എന്ന് ആൻഡ് ABC റൂൾസ് പ്രകാരം there should be a monitoring committee. ഇവിടെ കേരളത്തിൽ ഒരു സ്ഥലത്തും മോണിറ്ററിംഗ് കമ്മിറ്റി പോലും ഫോം ചെയ്തിട്ടില്ല. മോണിറ്ററിംഗ് കമ്മിറ്റി വിത്ത് വെറ്റ് ഉണ്ടാവണം, ലോക്കൽ NGO റെപ്രസെൻറ്റേറ്റീവ്, ഇതൊക്കെ ആയിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിട്ടാണ് ABC തന്നെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്പേഴ്സ് ഫേക്ക് ചെയ്യും. അതെ, നമ്പേഴ്സ് പല സ്ഥലങ്ങളിലും ABC ചെയ്തു എന്ന് പറഞ്ഞിട്ട് there are dogs with ear knots walking around with testicles. സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടില്ല. കാരണം ഇത്ര എണ്ണത്തിന് ചെയ്തു എന്ന് കണക്കിൽ പെടുത്തൽ മാത്രം. സെയിം വേ വിത്ത് ബൈറ്റ്സും ഇപ്പോൾ നമ്മൾ വെൻ കിഷോർ വാസ് ദേ വി ഡിഡ് ഇവിടെ കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ആർട്ടിക്കിൾ, ഐ തിങ്ക് ആശ ആരോ ആണ് ടൈംസിൽ എന്തോ ചെയ്ത ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതിൽ വന്നത് ലൈക്ക് മെജോറിറ്റി ഓഫ് ദ ബൈറ്റ്സ് ദാറ്റ് ആർ റിപ്പോർട്ടഡ് ആർ ഫ്രം പെറ്റ് ഡോഗ്സ്. പക്ഷെ അവർക്ക് അതൊരു ഡിഫറൻഷിയേഷൻ ഡോഗ്സ് പോലും അല്ല. കാറ്റ് ആയാലും മൊയില് കടിച്ച, ഇവിടെ കൊച്ചിയിൽ ഓട്ടർ കടിച്ച ബൈറ്റ്സ് വരയ്ക്കും ആ റെക്കോർഡഡ് ആണ്. ബിക്കോസ് എത്ര വാക്സിൻ അവര് കൊടുത്തു എന്നുള്ളതിന്റെയാണ് കണക്ക്. ഇപ്പൊ ഈ 2 ലക്ഷം കടി 3 ലക്ഷം കടി എന്നൊക്കെ പറയുന്നത് ഫുൾ തെരുവ് നായ്ക്കളുടെ തലയിലാണ്. ഇത് ദ ബ്ലെയിം ഇസ് കമ്മിങ് വൈൽ ഇഫ് യു ആക്ട് ആൻഡ് പ്രൊവോക്ഡ് ബൈറ്റ്സ്, നോൺ പ്രൊവോക്ഡ് ബൈറ്റ്സ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്ട്രീറ്റ് ഡോഗ്സിനെ മാത്രം നമ്മൾ വാക്സിനേറ്റ് ചെയ്തും കംപ്ലീറ്റ് ആവുന്നില്ല. വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ്, ബിക്കോസ് അവരാണല്ലോ പുറത്തെത്തുന്നത്. ഇവരാരും ഇപ്പോൾ വാങ്ങി ആദ്യത്തെ വർഷം പ്രോപ്പറായിട്ട് അവരെടുക്കും. അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ വാങ്ങുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് കഴിഞ്ഞ് കുട്ടികൾ പഠിക്കാൻ പോവും, അബ്രോഡ് പോവും, അല്ലെങ്കിൽ അവർ സ്ഥലം മാറിപ്പോവും, അല്ലെങ്കിൽ ഈ പാരൻസിന് പ്രായമാകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റാണ്ടാവും. ഇവരൊന്നും ആദ്യത്തെ വർഷം ഒഴികെ ബാക്കിയൊന്നും വാക്സിനേറ്റ് ഒട്ടും ചെയ്യില്ല. എന്നിട്ട് അവസാനം ഇത് അബാൻഡൻ ചെയ്യും. I've been hearing this for so long. ഇത് ഇന്നും നമ്മൾ അതേ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സങ്കടം. മനസ്സിലായില്ലേ? ഇതിലാകെ വന്നൊരു വ്യത്യാസം ഞാൻ പറയാം. 2015 ഇതേ രഞ്ജൻ കൊന്ന കേസിലാണ് ഞാനും സാലിയൊക്കെ കുറച്ച് ഫേമസ് ആയത്. ബിക്കോസ് ഞങ്ങൾ കുറച്ച് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ചു പോയി. അപ്പൊ ഞാനും ഐശ്വര്യയും സാലിയും ഞാനും ആനിമൽ വെൽഫെയറിലേക്ക് വരാനുള്ള കാരണം അതിന്റെ ആ സമയത്തുള്ളൊരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു റെസ്ക്യൂ ആനിമൽ ഹൂ സ്റ്റിൽ വിത്ത് മീ ടുഡേ റിക്കിയാണ്. ബട്ട് ദ ഗുഡ് പാർട്ട് ഈസ് ഇതിലേക്ക് വരുന്ന ആൾക്കാരുടെ നമ്പർ കൂടി കൂടുന്നുണ്ട്. ഐ കൻ സി ആന്റണി, ഐ കൻ സി മുഹമ്മദ്, ഐ കൻ സി സോ മെനി അതർ പീപ്പിൾ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇപ്പോഴും ഒച്ച ഉണ്ടാക്കുന്ന സെയിം കാര്യങ്ങൾ കാണാം, ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അപ്പം then there is something wrong with it അല്ലേ? ഇപ്പം ഞാനും ഏറ്റവും കൂടുതൽ പഴി വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പട്ടി സ്നേഹി, പട്ടി പ്രേമം, അത് എന്റെ ഇഷ്ടമല്ലേ. ഞാൻ എന്ത് ചെയ്യണമെന്ന്, ഞാനിന് കുട്ടിക്ക് കാശ് കൊടുക്കണോ, തള്ളക്ക് കാശ് കൊടുക്കണോ, ആണിന് കാശ് കൊടുക്കണോ, പട്ടികൾക്ക് വേണ്ടി കാശ് കൊടുക്കണോ, അത് എന്റെ ഇഷ്ടമാണ്. എന്റെ പേഴ്സണൽ ചോയ്സ് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം ഞാൻ ആർക്കും തരത്തില്ല. പക്ഷേ ഈ ഒരു സമൂഹത്തില് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്ച്വൽ ഓൺസൈറ്റ് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ലൈക്ക് എ ലോട്ട് ഓഫ് ഇറ്റ്. എനിക്ക് എന്റെ ഇത് കാരണം എനിക്ക് പറ്റത്തില്ല. ഞാൻ കുറച്ചുകൂടെ ഐ ഫണ്ട് ഇറ്റ് ബട്ട് മനുഷ്യരെ പോലും ഇത്രയും ഹൊറബിളി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഹൗ ക്യാൻ വി എക്സ്പെക്ട് ദം ടു ട്രീറ്റ് ആനിമൽസ് ബെറ്റർ? ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും ഈ 100% ആനിമൽസിനെ രക്ഷിക്കാനായിട്ട് എനിക്കോ ഫൈസലിനോ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും സാധിക്കില്ല.
പിന്നെ ഈ സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ടായാലും ഇല്ലെങ്കിലും കൊല്ലുന്നവർ അല്ലെങ്കിൽ അബ്യൂസ് നടത്തുന്നവർ പണ്ടും നടത്തും, ഇപ്പോഴും നടത്തും. മനുഷ്യരെയായാലും ചെയ്യും, മൃഗങ്ങളെയാണെങ്കിലും ചെയ്യും. ചെയ്യാത്തവർ അന്നും ചെയ്യില്ല, ഇപ്പോഴും ചെയ്യില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ എല്ലാവരെയും സേവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു ദിവസം 10 കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 സ്ഥലത്ത് പോകാൻ പറ്റും. ബാക്കി 7 പേരോട് നോ പറയേണ്ടി വരും. നമ്മൾ പോകാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ മരിച്ചും പോകും. അതിൻ്റെ ഉത്തരവാദികൾ ഞങ്ങളല്ല. ചിലവർ നേരെ ഒരു കോൾ വിളിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ റെസ്ക്യൂലായിരിക്കും. ഞാൻ പറയും ഞാൻ ഇന്ന സ്ഥലത്താണ്, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ നേരെ മോൻ വന്നില്ലെങ്കിൽ ഈ പട്ടി മരിക്കും. അതായത് ഇമോഷണൽ ബ്ലാക്ക്. അതെ, അതിന്റെ ആ പട്ടി മരിക്കുന്നതിന്റെ കാരണം നീയാണെന്നാക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ല മെസ്സേജസ് ഒക്കെ. പിന്നെ ഞാനും നല്ലത് തിരിച്ചു പറയുന്നതുകൊണ്ട്. പക്ഷെ ലൈക്ക് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, വൈ ഇസ് ദ സുപ്രീം കോർട്ട് ഡൂയിങ് വാട്ട് ഇറ്റ് ഇസ് ഡൂയിങ്? മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് സുപ്രീം കോടതിയിൽ നിന്നും വരുന്നില്ലേ? അതിന് എന്താണ് മാധ്യമങ്ങള് പിന്താങ്ങുന്നു. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരത് മിസ്ലീഡ് ചെയ്തോണ്ടിരിക്കും. മാധ്യമങ്ങളാണ്, കേരളത്തിലത്തെ മാധ്യമങ്ങളാണ് ഏറ്റവും സുപ്രീം കോർട്ട് എനിക്കറിയില്ല അൺബയസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ ഇപ്പോഴും? മനുഷ്യരാണ് ഇവിടെ എല്ലാം. മനുഷ്യർക്ക് ഒരിക്കലും അൺബയസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, മനുഷ്യരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കണം എന്നാണ്. പക്ഷെ മനുഷ്യരാണ്. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ ഒരു ജഡ്ജ്മെന്റ് അതാണ്. അത് നമ്മൾ ഈ കേസിൽ മാത്രമല്ല, നമ്മൾ എന്തോരം കേസസിൽ നമ്മൾ അങ്ങനെ ബയസ്ഡ് ആയിട്ടുള്ള കുറെ വേർഡിക്സ് കേട്ടിട്ടുണ്ട്. അതാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ അറിവില്ലായ്മയാണോ, അവരുടെ പേഴ്സണൽ ബയസ് ആണോ? പക്ഷെ ഓർഡർ ആക്ച്വലി അത്ര മോശമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ പുതിയ സുപ്രീം കോർട്ട് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ നിലവിലുള്ള ABC റൂള് തന്നെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂള്. അതിൽ ഇതുവരെ ഈ പറഞ്ഞ മാധ്യമങ്ങൾ പറയുന്ന പോലെ തെരുവ് നായകളെ കൊല്ലണം, അല്ലെങ്കിൽ അവരെ യൂത്തനൈസ് ചെയ്യണം. അപകടകരമായ ഡോഗ്സോ അല്ലെങ്കിൽ പേവിഷബാധയുള്ള ഡോഗ്സിനെ യൂത്തനൈസ് ചെയ്യണമെന്ന് ആ ഓർഡറിൽ ഇതുവരെ ഇല്ല. പക്ഷെ അതാണ് ഇവർ നേരെ ദുർവ്യാഖ്യാനം ചെയ്തു. ഐ തിങ്ക് ABC റൂൾസിന്റെ ഇടയിൽ അവർ എഴുതിയിട്ടുണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റി. പണ്ട് ABC റൂൾസ് ഫോം ചെയ്ത സമയത്തുണ്ട് മോർട്ടലി ഇൽ ആൻഡ് വൂണ്ടഡ്, അതുപോലെ ഷോയിങ് റേബീസ് സിംപ്റ്റംസിനെ മോണിറ്ററിംഗ് കമ്മിറ്റി വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എ വെറ്ററിനറി ഡോക്ടർ. അല്ലാണ്ട് നാട്ടുകാര് രഞ്ജൻ പോലത്തെ ആൾക്കാർ ഇറങ്ങിയിട്ടല്ല കൊല്ലണ്ടേ. അത് കൊല്ലുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതായത് ഇതിനകത്ത് നിയമത്തിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനാണ് ലോക്കൽ ഗവൺമെന്റിനെ ഏൽപ്പിച്ചേക്കുന്നത്. നിയമത്തിൽ പക്ഷെ അങ്ങനെ കൊല്ലാനായിട്ട് പറഞ്ഞിട്ടില്ല. റാബിഡ് ആയിട്ടുള്ള ഒരു ഡോഗ് ആണെങ്കിൽ പോലും അതിനെ ക്യാച്ച് ചെയ്തിട്ട് കേജ് ചെയ്തിട്ട് 10 ദിവസം റാബീസ് ആണെങ്കിൽ മരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ ചെയ്തതിന് ശേഷം എവിടെയാണോ പിടിച്ചത് അവിടെ തന്നെ തിരിച്ചുകൊണ്ടുവിടും. ഇപ്പം പിന്നെ ഷെൽട്ടറിലോട്ട് മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരിടത്തും ഇതുവരെ ഷെൽട്ടറോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ല. ഐ തിങ്ക് ഈ സുപ്രീം കോർട്ടിന്റെ ഓർഡറിൽ അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. ബിക്കോസ് അത് ശരിക്കും ABC റൂൾസിൽ അങ്ങനെ പാടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു. റിലീസ് ചെയ്യണമെന്നാണ്. നമ്മൾ വാക്സിനേറ്റ് ചെയ്താലും ന്യൂട്രി ചെയ്താലും അധികരിച്ചൊക്കെ കഴിഞ്ഞാലും ഇവരെ തിരിച്ച് ബെറ്റർ ആയാൽ അവരെവിടെ നിന്ന് എടുത്തോ അവിടെ തിരിച്ച് റിലീസ് ചെയ്യാനാണ് നിയമം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തെ നിയമങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. മനുഷ്യർക്കുള്ള നിയമങ്ങളുണ്ട്, മൃഗങ്ങൾക്ക് ABC റൂൾസ് എന്ന് പറഞ്ഞ നിയമങ്ങളുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ ഭക്ഷ്യമൃഗങ്ങളുണ്ട്, കഴിക്കുന്ന മൃഗങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ നിയമം വേറെയാണ്. കൊല്ലുന്നതിന് പോലും നിയമങ്ങളുണ്ട്, വേറെ സെപ്പറേറ്റ് റൂൾസ് ഉണ്ട്. ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വേറെ കാര്യമാണ്. ഓക്കെ, നമ്മുടെ സ്ലോട്ടർ ഹൗസസിനെ കുറിച്ച് സംസാരിച്ചാൽ അത് വേറൊരു ടാൻജന്റിലേക്ക് പോണം. പക്ഷെ അത് മാറ്റിവെക്കാം. ഈ തെരുവനായ സ്ട്രീറ്റ് ആനിമൽസിലേക്ക് വരുമ്പോൾ ഉള്ള നിയമങ്ങൾ, അത് ഫസ്റ്റ്ലി വി ആർ നോട്ട് ഫോളോവിങ് എനി ഓഫ് ഇറ്റ്. ഓക്കെ, അത് ഹൗ ഡു യു മേക്ക് ഇറ്റ് ഹാപ്പൻ? ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിനെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കാം? ബേസിക്കലി ഇതിൽ പ്രശ്നം ലൈക് വി ആർ ബീങ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പട്ടിസ്നേഹി ആൻഡ് മനുഷ്യസ്നേഹി. ആ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. ലൈക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി മനുഷ്യർക്കും കൂടി നല്ലതുള്ളതാണ് പറയണേ എന്നുള്ളത് പീപ്പിൾ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു പട്ടിപ്രേമി. ഞാൻ ഷെൽട്ടറിൽ ഒരു 100 ഡോഗ്സിനെ നോക്കുന്നുണ്ട്. എന്റെ ഷെൽട്ടറിൽ 100 ഡോഗ്സ് ഉണ്ട്. അന്നേരം ഞാൻ റെസ്ക്യൂ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഡോഗ്സ് എല്ലാം പുറത്താണ് നടക്കേണ്ടത്, ഇവരുടെ മക്കൾ പുറത്താണ് നടക്കേണ്ടത്. നമ്മൾ ഇവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മൾ ഈ റെസ്ക്യൂ ചെയ്തത്. പക്ഷെ അതിന്റെ ആ ഒരു റിസൾട്ടും കൂടെ അനുഭവിക്കുന്നത് ഈ മനസ്സിലാവുന്നില്ല. അന്നേരം അവര് നമ്മളെയാണ് തെറി വിളിക്കുന്നത്.
ഇപ്പൊ നമ്മൾ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിനകത്തുള്ള കമന്റ് ബോക്സുകളിൽ പോലും വന്നിട്ട് ഇതാണ് അവർ പറയുന്നത്. ഇത് ഇന്നലത്തെ പ്രൊട്ടസ്റ്റിന്റെ വീഡിയോന്റെ അടിയിൽ ഐ സോ ദ കമന്റ്സ്. അതിൽ കുറെ പേര് ഇതിന്റെ ഈ വന്നവരുടെ ഒക്കെ വീട്ടിലേക്ക് ഒരു 10 കൊടുത്തു. അവർക്കറിയോ ഈ വന്നവരുടെ ഒക്കെ വീടുകളിൽ എത്ര എണ്ണം ഉണ്ട്. അങ്ങനെയും പറയുമ്പോൾ പ്രശ്നം ഇവർക്കൊരു സൊല്യൂഷൻ, പൊതുജനത്തിന് തന്നെ ഒരു സൊല്യൂഷൻ ഇല്ല പറയാനായിട്ട്. അവർ പറയും വീട്ടിൽ കൊണ്ടുപോയി വളർത്താം. അല്ല, അതിനകത്ത് ഒരു കമന്റിനകത്ത് പോലും ഇത് ചെയ്യാത്ത അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു കമന്റ് പോലും ഇല്ല. എല്ലാം എന്താണ്, ഇവരെ സംരക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് ആഹാരം കൊടുക്കുന്നവർക്കെതിരെയുള്ള, പട്ടി സ്നേഹികൾക്കെതിരെയുള്ള കമന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മൃഗസംരക്ഷണം, ആനിമൽ വെൽഫെയറിന് വേണ്ടി ഒരു ബഡ്ജറ്റ് ഉണ്ട് നമ്മുടെ ഗവൺമെന്റ്സിന്. അവർക്ക് ഇത്രയും കോടി രൂപ ആലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രൂപ ഉപയോഗിച്ച് ഈ മേഖലയെ ബെറ്റർ ആക്കേണ്ട ജോലി അവിടുത്തെ ഗവൺമെന്റ് ഉത്തരവാദികൾക്കാണ്, ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ്. ഓരോരുത്തർക്കും ഒരു ബഡ്ജറ്റ് ഉണ്ട്. സോ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എവിടെയാണ് ഈ ബഡ്ജറ്റ് പോകുന്നത്? പണ്ടൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ, ഇത് തുടങ്ങിയ കാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിനു വേണ്ടി ഓരോ ടൗണിലും ഓരോ സ്ഥലം ഉണ്ടാവണം, ഒരു ഏരിയ ആലൊക്കേറ്റ് ചെയ്യണം എന്നൊക്കെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ എവിടെയാണ്? എന്തിനു വേണ്ടിയാണ് ഇത് ആലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിനു വേണ്ടി വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് എവിടെ പോകുന്നു? SPCA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് നമുക്ക്. അവരെന്ത് ചെയ്യുന്നു? എന്താണ് SPCA? SPCAയിൽ ഇപ്പൊ മിക്കതും ആനപ്രേമികളും ഇതൊക്കെയാണ്. തൃശ്ശൂരിലത്തെ SPCAയിൽ പൂരം എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്രൂവൽറ്റിനെ പുഷ് ചെയ്യാനുള്ള കെനൽ ക്ലബിന്റെ മെമ്പേഴ്സ്, ആനപ്രേമികൾ, അല്ലല്ല, സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ഇന്ത്യയിലെ എല്ലായിടത്തും ഒരു SPCA എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും. കൊച്ചിയിലുണ്ട്. കേട്ടിട്ട് പോലും ഇല്ലല്ലോ. SPCA എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്. ഇവരുടെ വക ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ആനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ആനിമൽ ഹസ്ബൻഡറി ഈസ് മറ്റേ മൃഗങ്ങളെ വളർത്തുക, ഭക്ഷണത്തിന് വേണ്ടി. കോഴീനെ കൂടുതൽ മുട്ടയടിപ്പിക്കുക, പശുവിനെ കൂടുതൽ പാല്. പത്രത്തിൽ ഹെഡിങ് വരാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. മറ്റേ ആ മെട്രോ പില്ലറിൽ പൂച്ചയെ കുടുങ്ങിയ കേസ് ഉണ്ടായിരുന്നു. അത് എടുത്തത് റെസ്ക്യൂസ് ഇല്ലായിരുന്നു എടുത്തത്, പക്ഷെ അത് SPCA എടുത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കേസിനകത്ത്, അതായത് വൈറൽ ആയിട്ടുള്ള കേസുകളിലെല്ലാം വന്ന് തല കാണിക്കാൻ. അല്ല, അത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത്. ഇതിന് കാരണം ഉണ്ടെന്നറിയോ? SPCA എന്ന് പറഞ്ഞ ഒരു മോണിറ്ററിംഗ് ബോഡിയാണെന്ന് തോന്നുന്നു അല്ലേ അത്? ഓക്കെ, ആ മോണിറ്ററിംഗ് ബോഡിയിൽ ഫസ്റ്റ്ലി ഈ ഫീൽഡിനെ കുറിച്ചും ഈ ഫീൽഡിനോട് ഇഷ്ടമുള്ള, ഉത്തരവാദിത്തമുള്ള, റെസ്പോൺസിബിൾ ആയ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, അല്ലാതെ ഒന്നും ചെയ്യാതെ ഇടയ്ക്ക് ചില സമയത്ത് കയറി വന്ന, അതിൽ 1-2 ആൾക്കാർ ചിലപ്പോൾ കുറച്ചൊക്കെ ചെയ്യായിരിക്കും, പക്ഷെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ഇതും ഒരു വലിയ ഒരു സബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത്, അവർ ആക്ച്വലി ഗവൺമെന്റ് ആയിട്ട് ടൈപ്പ് ഉള്ളതാണ്, ഗവൺമെന്റ് അല്ലേ അതിനെ ഉണ്ടാക്കുന്നത്. സോ ഇത് എത്ര വർഷമായിട്ട് നമ്മൾ പറയാണ്, 10-20 വർഷമായിട്ട് പറയാണ് SPCAയിൽ കറക്റ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചാൽ, അവർ ഇനിഷ്യേറ്റീവ് എടുത്താൽ ഗവൺമെന്റ് ആയിട്ട് അവർക്ക് കുറച്ചുകൂടെ ടൈപ്പ് ഉണ്ട്. ആ വഴി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷെ അത് ഹാസ് ബിൻ ടെറിബിൾ. ഇനി വി ഹാവ് എ ലോട്ട് ഓഫ് NGOs. ഞാൻ ചെറിയ ഒരു NGO നടത്തുന്ന ഒരാളാണ്. പക്ഷെ എന്റെ NGOയിൽ ഞാൻ തന്നെ ഫണ്ട് ചെയ്യുന്ന NGO ആയതുകൊണ്ട് ആർക്കും എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല. ആരും ഡൊണേറ്റ് ചെയ്യുന്നില്ല. വളരെ അപൂർവമായ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും. ഞാൻ എന്റെ കാശ് എടുത്തിട്ട് അതിൽ കൂടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് നോബഡി കൻ ആസ്ക് മീ. പക്ഷെ പബ്ലിക് ഫണ്ടിൽ വർക്ക് ചെയ്യുന്ന, സക്സസ്ഫുൾ ആയി ചെയ്യുന്ന കുറെ PFA പോലത്തെ NGOs ഉണ്ട്. ഇപ്പൊ പ്രീതിയുടെ POS ആണെങ്കിലും മറ്റേ PFA ആണെങ്കിലും, യു ഹാഡ് വൺ, നോ സാലി, രജിസ്റ്റേർഡ് അല്ല, സേവ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് പേരിലൊന്നും അല്ലെങ്കിലും സ്വന്തം പേരിൽ നിങ്ങൾക്ക് ഷെൽട്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ യു ഹാവ് മോർ ദാൻ 100 അല്ലെ, 100-ൽ പരം. നിനക്കോ? നിന്റെ എവിടെ? ഷെൽട്ടർ ഇല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ ഐ എം സെയിങ്, ഒരാള് ഇത് സ്വന്തം ഉത്തരവാദിത്വമായി കുറെ പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചധികം പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ഒരു ചെറിയ NGO തുടങ്ങി, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ. ഞാൻ 2015 ഹ്യൂമാനിറ്റി ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞൊരു NGO തുടങ്ങുന്നത്. നമ്മുടെ ആ പ്രശ്നത്തിന്റെ പീക്കിൽ ഞാനും ഐശ്വര്യം കൂടെ തുടങ്ങുന്നതാണ്. NGO തുടങ്ങി ആ ആവേശത്തിൽ ഞാൻ കയറി തുടങ്ങിയതാണ്. ഷെൽട്ടർ വേണമെന്ന് പറഞ്ഞു. ഷെൽട്ടർ തുടങ്ങി. എന്റെ മനസ്സിലെ ഷെൽട്ടർ എന്തായിരുന്നു എന്നറിയാവോ? വയ്യാത്ത മൃഗങ്ങൾ, ആക്സിഡന്റ് വന്ന മൃഗങ്ങൾ, അബാൻഡൻഡ് ആയി റോഡിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത മൃഗങ്ങൾ, അമ്മ മരിച്ച പപ്പികൾ, ഇങ്ങനത്തെ അവർക്കാണ് ഷെൽട്ടർ. ഹെൽത്തി ആയിട്ടുള്ള, സ്വന്തം കാര്യം നോക്കി നടക്കുന്ന, ഒരു പ്രശ്നവുമില്ലാതെ തെരുവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മൃഗങ്ങളെ മാറ്റാനുള്ള സ്ഥലമല്ല ഷെൽട്ടർ. അത് പ്ലീസ് മനസ്സിലാക്കൂ. പക്ഷെ ഞാനും HFAയും ഈ ഷെൽട്ടർ തുടങ്ങിയ ശേഷം 1 വർഷം പോലും ആയില്ല. അപ്പുറത്തെ ആൾക്കാർക്കൊക്കെ പ്രശ്നം, അത് വിട്, നാട്ടുകാരുടെ പ്രശ്നം. ഒരു സമയത്ത് 30 കൂടുതൽ
ഹെൽത്തി ആയിട്ടുള്ള മൃഗങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 30+ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത ചിരിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നത്. അതിൽ ചില ആൾക്കാർക്ക് തെരുവുനായകൾക്ക് അവർക്കൊന്നും അവിടെ നിൽക്കണ്ട, അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അവരെ പറഞ്ഞു വിടാനും പോലും പറ്റാത്തൊരവസ്ഥ. യു റിമെമ്പർ ദിസ്? എന്നിട്ട് ഞാൻ സാലി ഇതെന്താ ഇങ്ങനെ, ഞാനാണ് ഫസ്റ്റ് ടൈം ആനിമൽ റെസ്ക്യൂവിൽ എത്തുന്ന ആളാണ്, സാലിയാണ് എക്സ്പീരിയൻസ് ഉള്ള ആനിമൽ റെസ്ക്യൂ. ഐ സാലി ഇങ്ങനെയാണോ ഷെൽട്ടർ? ഞാൻ ശരി ഇങ്ങനെയല്ല ഷെൽട്ടർ. ഐ സാർ ഇതെന്താ ഇങ്ങനെ? അപ്പോഴാണ് ഞാൻ അതിന്റെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഞാൻ ഐ ക്ലോസ്ഡ് ഇറ്റ്. I said, no, I will not let healthy animals be in, because freedom എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർക്കും കൂടെ ഉള്ള സാധനമാണ്. അവരെ ഹെൽത്തി ആയി, തെരുവ് ജനിച്ച പട്ടിക്ക് അവിടെ നിന്നാ മതി, അവർക്ക് വീട്ടിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ കൈ ഒടിഞ്ഞാലോ കാലൊടിഞ്ഞാലോ പിടിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കുറച്ചുകൂടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചുവിടാം അവനെ. അല്ല, കുറെ പേർക്ക് അറിയില്ല ഹൗ ഡിഫിക്കൽട്ട് ഷെൽട്ടേഴ്സ്. എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകും. എന്താ ഷെൽട്ടർ? എന്തോ ഒരു ഭയങ്കര ഒരു ഹാപ്പി ഹെവൻ അല്ല ഷെൽട്ടർ. ഷെൽട്ടേഴ്സ് ആർ നെവർ എ ഹെവൻ. ലൈക്ക് ഫൈസലിനൊക്കെ ലൈക്ക് ഹി ഹാസ് എക്സ്പീരിയൻസ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ്. ഒരു ഷെൽട്ടർ നടത്തി അതിനുള്ള സ്റ്റാഫിനെ കിട്ടില്ല. സ്റ്റാഫിന് വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് നമ്മൾ ബുദ്ധിമുട്ട്. സ്റ്റാഫില്ല. ആൻഡ് ദ ലൈക്ക് ഫുഡ് ഇവരിടണ അപ്പി മൂത്രം ഇത് വൃത്തി, ലൈക്ക് മെയിൻറ്റെയിനിങ് ഇറ്റ് ക്ലീൻലി. അപ്പൊ ഒരു ഗവൺമെന്റ് ഒക്കെ ഒരു ഷെൽട്ടർ നടത്താന്ന് പറഞ്ഞാൽ വി കാന്റ് ഈവൻ ഇമാജിൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഷെൽട്ടർ തുടങ്ങിയ മൃഗങ്ങളെ മാറ്റുക എന്ന് പറയുന്ന ആൾക്കാരുടെ വിചാരം, ഓ ഒരു സ്ഥലം ഓപ്പൺ ആക്കി അവിടെ നാട്ടിലെ എല്ലാ ഡോഗ്സിനെയും പിടിച്ച് അതിനകത്ത് പൂട്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്ക്. അതിനും സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു നാട്ടുകാർ അവിടെ തൊട്ടടുത്തൊരു ഷെൽട്ടറിനെ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കഥകളുണ്ട് ഇതിനെ കുറിച്ച്. 2015 ഇങ്ങനെ ഒരു ഷെൽട്ടർ തുടങ്ങിയ ഒരു കഥയുണ്ട് ഇവിടെ. വീട്ടിൽ കൊണ്ട് വളർത്താൻ പറയും, വീട്ടിൽ വളർത്തിയ അവിടെ പ്രശ്നം. ഷെൽട്ടർ നാട്ടുകാർ പിടിച്ചു. ട്രിവാൻഡ്രത്തെ മേയർ ഇപ്പം കുറച്ച് ഡോഗ്സിനെ കൊണ്ട് ചെന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഷെൽട്ടർ പോലെ സംഭവം തുടങ്ങിയിട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നു. അവിടെയുള്ള നാട്ടുകാർ മൊത്തം പൗരസമിതിയൊക്കെ തുടങ്ങിയിട്ട് അതിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ നാട്. നന്നാവാനും സമ്മതിക്കില്ല, ഒരു രീതിയിൽ സമ്മതിക്കില്ല. പക്ഷെ ഇത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ ഏരിയയിലും ഇപ്പം ഓരോ ഏരിയയിൽ ഐ എം ഷുവർ ഇപ്പൊ കുറച്ചുകൂടെ ഈ നമ്മളെപ്പോലുള്ള ആൾക്കാർ കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രതികരിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ട്. ഞാൻ താമസിക്കുന്ന എന്റെ റോട്ടിൽ തന്നെ 2-3 പേരുണ്ട്. അങ്ങനെ ആ ഏരിയയിൽ ഫീഡ് ചെയ്യുന്ന കുറച്ച് പേര് വരിക, അവരതിനെ വാക്സിനേറ്റ് ന്യൂട്രീഷൻ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരത് എടുത്താലും ആ ഏരിയയിലെ മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നമാണ്. ഫീഡ് ചെയ്യുന്നു, ഇവിടെ പട്ടികൾ പെരുകുന്നു, ഇവരാണ് പ്രശ്നം. ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ ഇവരെ ഹാപ്പി ആക്കി വെക്കുക. ആ ഫുൾ അവരുടെ ലൊക്കാലിറ്റി. അങ്ങനെയുള്ളൊരു ഡോഗിനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനോ വാക്സിനേഷൻ എടുക്കാനോ എളുപ്പമാണ്. സോ ഈസി, ഫ്രണ്ട്ലി, സോ ഈസി. എന്നിട്ട് എന്റെ അമ്മ ഭയങ്കരമായിട്ട് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഈ റോഡിന്റെ സൈഡിലാണല്ലോ ഭക്ഷണം കൊടുക്കുക. അപ്പൊ യു വോണ്ട് ബിലീവ് ഇറ്റ് റൈറ്റ്, വീട്ടിൽ നമ്മൾ എന്റെ വീട് കുറച്ച് അകത്തേക്ക് കയറി, അപ്പൊ അങ്ങോട്ട് ആനിമൽസ് വരില്ല. ബിക്കോസ് എന്റെ വീട്ടിൽ പട്ടികളുണ്ട്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പൊ അമ്മ അവർക്ക് പ്ലേറ്റും വെച്ചിട്ട് അവർക്ക് പുറത്തു കൊണ്ടാ ഭക്ഷണം കൊടുക്കുന്നത്. അത് വെച്ച വീടിന്റെ ഗേറ്റിന്റെ ആ മതിലിന്റെ ഉടമ എല്ലാ ദിവസവും രാത്രിയും ആ ഭക്ഷണം എടുത്തിട്ട് എന്റെ അമ്മയുടെ ഡോഗ് ഗേറ്റിന് ഫ്രണ്ടിൽ കൊണ്ടിടൂടാ. ഇത് ഞങ്ങൾക്ക് CCTV ഉള്ളത് നമുക്ക് കാണാം. ഇതിന് വേറെ ആരെങ്കിലും ഫീഡ് ചെയ്താലും എന്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടിടും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ കസർത്തു. പക്ഷെ ഫീഡ് ചെയ്യുന്നത് is only making them calmer and better and friendlier. ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗങ്ങളെയാണ് ഇവരെല്ലാം പിടിച്ചോണ്ട് പോകുന്നത്. അവരെ കിട്ടുള്ളൂ. ഇപ്പൊ നടുവൊടിഞ്ഞ് ബാക്കിലത്തെ കാലം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോഗ് ആണെങ്കിലും ഫ്രണ്ട്ലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോഴും അവർ രക്ഷപ്പെടുന്ന എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകാനേ നോക്കത്തുള്ളൂ. പെഗീനെ ഓർമ്മയുണ്ടോ? എനിക്ക് പെഗീനെ ഓർമ്മയുണ്ട്. പെഗീനെയാണ് അവര് ഇപ്പോ കൊന്ന അതേ ആൾക്കാർ ഒരു വണ്ടിയിലേക്ക് എടുത്തിട്ട് അവളെ ബാക്കിലത്തെ കാല് പിടിച്ചിട്ടാണ് ഷി വാസ് ത്രോൺ ഇൻ ടു ദ വെഹിക്കിൾ ആൻഡ് ഷി ബിക്കെയിം ലൈക്ക് പാരലൈസ്ഡ്. അപ്പോൾ ഞാൻ ലൈക്ക് കേരളത്തിലെ ഫസ്റ്റ് ഡോഗ് ക്യാച്ചറാണ്. ഞാൻ പട്ടിപ്പിടുത്തക്കാരിയായിരുന്നു. അപ്പോൾ ABC പ്രോഗ്രാംസിൽ പട്ടിപ്പിടുത്തക്കാരിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഐ നോ ലൈക്ക് നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ വി ഓൾവേസ് ക്യാച്ച് ദ ഈസിയസ്റ്റ് വൺസ്. നമ്മൾ വിളിച്ചാൽ ആദ്യം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഫ്രണ്ട്ലിയസ്റ്റ് ഡോഗ്സിനെയാണ് നമ്മൾ പിടിക്കുക. അപ്പം ഞാൻ 2015 പാലക്കാട് ABC തുടങ്ങുന്ന സമയം ഡോഗ് ഫ്രണ്ട്ലി പാലക്കാട്, ഐ നെയിം ശ്വാന സൗഹൃദ പാലക്കാട്. ഇപ്പോൾ ദാറ്റ് നെയിം ഡസൻറ്റ് എക്സിസ്റ്റ് എനിമോർ. അപ്പോൾ അന്ന് ഞാൻ ട്രെയിനറായിട്ടാണ് പോയി അവിടെ ക്യാച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ. അപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഡോഗ് ക്യാച്ചേഴ്സിനെ ഹ്യൂമെയിൻ ഹാൻഡ്ലിംഗ് പഠിപ്പിക്കാൻ, മറ്റേ ഹുക്കിട്ട് പിടിക്കുന്ന സാധനമല്ല, ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡിൽ. അപ്പോൾ കുറച്ച് ക്യാച്ചേഴ്സ് വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ ലൈക്ക് കാലങ്ങളായിട്ട് എനിക്ക് അവരോട് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിക്കോസ് ലൈക്ക് എൻ്റെ ഡോഗിനെ കൊന്ന ഒരു സമയം ലൈക്ക് ഐ ആസ്ക്ഡ് ദെം ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡോഗിനെ നിങ്ങൾ ക്യാച്ച് ചെയ്യുക? കാരണം അവർ മുമ്പ് ഐ റിയലൈസ് ദാറ്റ് ദേവർ പട്ടിപ്പിടുത്തക്കാർ. കേരളത്തിലത്തെ ABC പ്രോഗ്രാമിൽ വർക്ക് ചെയ്യണ മിക്ക ഡോഗ് ക്യാച്ചേഴ്സ് യൂസ് ടു കിൽ ഡോഗ്സ് ഫോർ എ ലിവിങ്.
ദേ ആർ നോട്ട് ലൈക്ക് മുമ്പ് പട്ടികളെ കൊന്നിരുന്നവര് ബിക്കോസ് സുപ്രീം കോർട്ട് അന്ന് കൊല്ലരുതെന്ന് റൂൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവര് ദേ ബിക്കെയിം ജോബ്ലെസ്. സോ ദേ മൂവ്ഡ് ഇൻ ടു ABC പ്രോഗ്രാംസ്. WS വിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് ABC പ്രോഗ്രാംസിലേക്ക്. അപ്പം ഞാൻ 2-3 ഡോഗ് ക്യാച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ പണ്ട് കൊല്ലണ സമയത്ത്. അപ്പോൾ അവർ വളരെ ദേ ടോൾ മീ വെരി ഓണസ്റ്റ്ലി നമ്മൾ ഏറ്റവും എളുപ്പത്തിലുള്ളവരെയാണ് കൊല്ലാറ്. വിളിച്ച അടുത്തേക്ക് ബിസ്ക്കറ്റൊക്കെ കാണിച്ചിട്ട് വിളിച്ചിട്ടാണ് ഇവർ പോയിട്ട് കുറുക്കിട്ടിട്ട് ലൈക്ക് ഐ ന്യൂ ദാറ്റ് ഇസ് വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. ബട്ട് എന്താ ആൻഡ് അതിലത്തെ ഒരാളെ കൊണ്ട് ഐ ആക്ച്വലി മേഡ് ഹിം ഡു എൻ ഇന്റർവ്യൂ ഫോർ എ ന്യൂസ് പേപ്പർ സെയിങ് ലൈക്ക് നമ്മൾ ഡോഗ് ക്യാച്ചേഴ്സ് പെർസ്പെക്റ്റീവ് നമ്മളൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിലയില്ല, കാരണം ഡോഗ് ലവേഴ്സ്. ഒരു ക്യാച്ചർ എന്നെ പറഞ്ഞിട്ട് ലൈക്ക് വീക്കിലി രഞ്ജനും അങ്ങനെയാണ്. രഞ്ജനും ABC പോലത്തെ പ്രോഗ്രാം എന്റെ മുമ്പിൽ വെച്ചിട്ട് ലാക്ടേറ്റിംഗ് ഫീമെയിലിനെയാണ് എന്റെ മുമ്പിൽ വെച്ചിട്ട് ആള് ലൈക്ക് കുറുക്കിട്ടിട്ട് അയാള് കൊന്നേ. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് അല്ലായിരുന്നു, അത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് ആയിരുന്നു. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സിനെ മാത്രം അത് തടുക്കാൻ നിന്നതിന് എന്നെ ഐശ്വര്യനെയും ചവിട്ടിട്ടു. ഹി കിക്ക്ഡ് us. പുള്ളി വലയിട്ടല്ലല്ലോ പിടിക്കുന്നത്, കുരുക്കിട്ടല്ലേ പിടിക്കുന്നത്. കുരുക്കിട്ട് പിടിക്കണമെങ്കിൽ അത്രയും അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നിൽക്കുന്ന ഡോഗ്സിനെ മാത്രമേ. ഇവരൊന്നും അഗ്രസീവ് ഡോഗ്സ് ആൻഡ് ദീസ് അഗ്രസീവ് ഡോഗ്സ് റൺ അവേ. ഒരു ഏരിയയിൽ ഫ്രണ്ട്ലി ഡോഗ്സിനെ കൊന്ന് ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഡോഗ്സ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ complete trust നഷ്ടപ്പെട്ട് we are like going around in circles creating a cycle of aggressive dogs. That's what we're doing. There is we are the reason for it to become worse, and other മനസ്സിലാക്കാതെ I don't know how change actually happens. I still remember ആ സമയത്ത് ഇന്നൊന്നും ഇപ്പൊ നിങ്ങൾ 2 ഡോഗിന്റെ ഇതല്ലേ കണ്ടേ, ഞങ്ങൾ എത്ര ഡോഗ്സിന്റെ നമ്മളൊക്കെ പുറത്തിറങ്ങി ഉണ്ടാക്കിക്കുന്ന ഒച്ചയും ബഹളവും ഒക്കെ ഒരു കണക്കില്ല. ബട്ട് I sometimes feel like ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ ഹാസ് ടു സ്റ്റാർട്ട്. നമ്മൾ തുടക്കം പറഞ്ഞൊരു സാധനം, ഇതിനൊരു സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വേണം. അത് സ്കൂളിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. വീട്ടിൽ പറഞ്ഞു പഠിപ്പിക്കണം, സ്കൂളിൽ പറഞ്ഞു പഠിപ്പിക്കണം. എംപത്തി സിവിക് സെൻസ് എന്ന് പറഞ്ഞ ഒരു എങ്ങനെയാണ് നമ്മൾ ഇതിനോട് കൂടെ പെരുമാറേണ്ടത്. ഇപ്പൊ ഞങ്ങളൊക്കെ മൃഗങ്ങളുള്ള വീട്ടിൽ വളർന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ നീ ചെറുപ്പത്തിൽ കണ്ടു, യു ഹാഡ് ദാറ്റ്, ഐ ഓൾസോ ഹാഡ് ദാറ്റ്. അപ്പം അതുകൊണ്ട് വരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കമ്പാഷനറ്റ് ആംഗിൾ ഉണ്ട്. ഓക്കെ, ആ കമ്പാഷനറ്റ് ആംഗിൾ ആണ് പുറത്തേക്ക് റിഫ്ലക്ട് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യരോടും, ഇത് മൃഗങ്ങളോട് മാത്രമല്ല. ഇപ്പം ആ ഒരു ഐ തിങ്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ആന്റി ഹ്യൂമൻസ് എന്ന് കേട്ട് വളർന്ന ആൾക്കാരാണ്. എന്താ മനുഷ്യവിരോധി. അതെന്തിനാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അത് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞത് ഒരിക്കലും മനുഷ്യരോട് മാത്രം തോന്നുന്ന ഒരു കാര്യമല്ല, വികാരമല്ല. മൃഗങ്ങളോടും തോന്നേണ്ട ഒരു കാര്യമാണ്. മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും മനുഷ്യരോടും സ്നേഹം ഉണ്ടായിരിക്കും. അല്ലാതെ ഒരിക്കലും ഈ മനുഷ്യ സ്നേഹി പട്ടി സ്നേഹി എന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. അതെ, ആൻഡ് അത് മാത്രമല്ല മനുഷ്യർ നമ്മളുടെയൊക്കെ എന്ന് പറഞ്ഞ നമുക്കൊരു ഡിസ്പൊസിഷൻ ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാവരും കുറെ പേര് മനുഷ്യരെ സഹായിക്കുന്നുണ്ട്, നമ്മളും സഹായിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ് ഇതിന് വേണം എന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. ബിക്കോസ് അത്രയും ആൾക്കാരില്ല ഇതില്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പം LGBTQ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നത് എന്താ, എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി അത്ര സംസാരിക്കാത്തത്? ബിക്കോസ് അതിനു വേണ്ടി കുറെ ആൾക്കാർ ഓൾറെഡി നന്നായി ചെയ്യുന്നുണ്ടത്. കുറച്ച് കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ മാത്രമേ മാറ്റം വരുള്ളൂ. ആൻഡ് ആ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തില് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ തെറി കേട്ട് പിന്നെ മിണ്ടാതെ വർക്ക് ചെയ്ത് കുറെ കാലമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇതിൽ പിന്നെ ഫൈനാൻസസ്, കാശ് എന്ന് പറയുന്ന കാര്യത്തിൽ വലിയൊരു സംഭവമാണ്. ഐ എം ഷുവർ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അല്ലെ. സ്വന്തമായിട്ട് 100+ ആനിമൽസ് ഉള്ള ഒരു ഷെൽട്ടർ നടത്തുന്ന ഒരാളാണ് ഫൈസൽ. ഹൗ ആർ യു മാനേജിങ് ആനിമൽ ലവേഴ്സ്? അതായത് ഈ പൊതുജനങ്ങൾ തെറി വിളിക്കുന്ന ആനിമൽ ലവേഴ്സ് ഉള്ളത് കൊണ്ടാണ് തെരുവിൽ വളരേണ്ട 100 ഡോഗ്സിനെ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ കുറച്ച് ഫണ്ട് ചെയ്യുന്നോണ്ട് ജീവിച്ചു പോകുന്നു. മാസം വാക്സിൻ മാഫിയ ഞങ്ങൾക്ക് കുറച്ച് കാശ് വരുന്നുണ്ട്, എനിക്കും കൂടെ കുറച്ച് തരാൻ പറയും. അവരൊക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകും. എന്റെ പൊന്ന് ആന്റണി, എത്ര വർഷമായി അവരിത് തന്നെ പറയുന്നു അല്ലെ? സാലി അല്ലായിരുന്നു ഇതിന് കുറെ ഇതുവരെ ഒരു തെളിവ് പോലും ആർക്കെതിരെ കൊണ്ടുവരാൻ പറ്റും. അതാ എന്നിട്ടാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരാള് ഞങ്ങൾക്ക് ഇത്ര പൈസ വാക്സിൻ മാഫിയ തരുന്നു, നമ്മൾ അക്കൗണ്ട് കാണിച്ചു കൊടുക്കാം. അല്ല, അക്കൗണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ആൻഡ് കണ്ടിന്യൂയിങ് ടു വാട്ട് യു സെഡ് ബിഫോർ, ലൈക്ക് സ്കൂൾസിൽ വാട്ട് ഐ നോട്ടീസ്, നമ്മൾ സിനിമകളിലും മലയാള സിനിമകളിലൊക്കെ ലൈക്ക് ഹോളിവുഡിലൊക്കെ കാണുന്നതാ,
people who show cruelty to animals are the ones who do it towards humans. Yes. അപ്പൊ ചെറുപ്പം തൊട്ട് നമ്മൾ ഒരു ആനിമലിനെ ഹർട്ട് ചെയ്യണേൽ ഒരു ജോയ് കണ്ടെത്താം, ഇല്ലെങ്കിൽ അതിൽ ലൈക്ക് വെൻ യു ബിക്കം കണ്ടീഷൻ ടു ഇറ്റ് യു ആർ ഓക്കെ വിത്ത് സീയിങ് ഹ്യൂമൻ സഫറിങ് ഓൾസോ. അപ്പൊ പല സീരിയൽ കില്ലേഴ്സ് എടുത്താലും സൈക്കോപാത്സ്, റേപ്പിസ്റ്റ്സ്, ഫോർ എക്സാമ്പിൾ ആ ജിഷ കേസിലൊക്കെ ദാറ്റ് ഓഫീസർ ഹാഡ് കോൾഡ് മീ മറ്റേ ആലുവയിൽ നിന്ന് ലോങ് ബാക്ക്. And Mannuthilikku they brought like 2 goats and some cow for testing, because it seems this person who raped and killed her had first done it on animals. Wow. അപ്പോൾ ഇവര് നമ്മൾ ആനിമൽ വെൽഫെയറിൽ വെൻ വി കംപ്ലെയിൻ അബൌട്ട് ബീസ്റ്റാലിറ്റി, സോ മെനി കേസസ് എനിക്ക് കിട്ടിയില്ല. ഐ ഹാവ് സ്റ്റുഡ് ഇൻ കോർട്ട് ആൻഡ് ആൻസേർഡ് ലോയേഴ്സ് ആസ്കിങ് മീ അബൌട്ട് ബീസ്റ്റാലിറ്റി. കാരണം ലൈക്ക് പ്രൂവൻ കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും ദേ ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. ആ പട്ടിയല്ലേ, പശുവല്ലേ ഇത്. പക്ഷെ ദീസ് ആർ ദ പീപ്പിൾ. ആ ഒരു സമയത്ത് അവർക്ക് കറക്റ്റ് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് ഈസ് അനദർ ഹ്യൂമൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി സേവ്ഡ് ലേറ്റർ. അത് ആലോചിക്കുന്നേ ഇല്ല. അപ്പൊ ഈ ഹ്യൂമൻ ക്രൂവൽറ്റിയുടെ മിക്കതും കുട്ടികൾ തൊട്ട് ലൈക്ക് ദേ ആർ ഓക്കെ. ഇപ്പോൾ മോൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പത്തിലൊക്കെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉറുമ്പുകൾ നടന്നു പോകുമ്പോൾ ദേ ഫൈൻഡ് ഇറ്റ് ഫൺ ചവിട്ട. അതുപോലെ ഒച്ചുകളുടെ മേത്ത് ഉപ്പിട്ടിട്ട് സീയിങ് പൂച്ചകളെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എൻജോയ്മെന്റ് കാണുമ്പോൾ ദേ ഗ്രോ അപ്പ് ഇൻ ടു പീപ്പിൾ ഹു ആർ ഓക്കെ വിത്ത് ഹേർട്ടിങ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് ടു. So in schools, you do a lot of talks. I know that. Sally kore schools colleges പോയി സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. And how receptive are people? ഇങ്ങനെ ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും on the job ആണല്ലോ. Yeah, I feel kids are very receptive. കാരണം basically they are all born with compassion. It's the conditioning, it's parents, society, ചുറ്റുള്ളവരാണ് ഉള്ള കമ്പാഷൻ കളയണേ. ഒരു പട്ടിക്കുട്ടീനോ പൂച്ചേനോ കണ്ടാൽ naturally a child will want to pet it. കല്ലെറിയാനായിട്ട് ഒരിക്കലും ഒരു കുട്ടിക്ക് തോന്നില്ല. കയ്യിൽ വടിയെടുക്ക് കല്ലെടുക്കുക എന്നുള്ളത് വീട്ടുകാരാണ് പറഞ്ഞു കൊടുക്കണേ. നമ്മൾ ഈ ചെറിയ കുട്ടികളെ ഭക്ഷണം കൊടുക്കുമ്പോ പോലും പശു കുത്തും, പട്ടി കടിക്കും, ചെറുപ്പത്തിലെ അത് നമ്മൾ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന കുറെ കുട്ടികളെയാണ് ഡോഗ്സ് കടിക്കണേന്ന് പറയണത്, തെരുവ് നായ്ക്കളെ. അത് ലൈക്ക് പ്രോപ്പർ അവയർനെസ്. ഇപ്പൊ ഒരു ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ ഓടണ സ്വഭാവം കുട്ടികൾക്ക് ഉണ്ട്. കിഡ്സ് റൺ ബിക്കോസ് പറഞ്ഞിട്ടുണ്ട് ഓടാനായിട്ട്. ഓടുമ്പോ ഡോഗ്സ് റൺ ബിഹൈൻഡ് ദം. ലൈക്ക് അത് ഒരു ഡോഗിന്റെ ബേസിക് ഒരു ഹൗ ദേ ആർ ട്യൂൺഡ്. ഒരു ഓടിക്കഴിഞ്ഞാൽ പിന്നാലെ ഓടിയിട്ട് ചിലപ്പോൾ ആ കുട്ടി ചിലപ്പോൾ വീണ് കയ്യും കാലും പൊട്ടിയതാവാം. ചിലപ്പോൾ ഡോഗ് കടിച്ചിട്ട് വീണ് പൊട്ടിയാലും ദ ഡോഗ് വിൽ ഡെഫിനറ്റ്ലി റൺ. അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വീട്ടുകാർ കല്ലെടുക്കുക ഇല്ലെങ്കിൽ വടി എടുത്തു കഴിഞ്ഞാൽ ഡോഗ് സീയിങ് ഇറ്റ് ആസ് എ ത്രെറ്റ്. കാരണം ഡോഗിന് ഒരു കുട്ടിയാണ് ഇത് ഈ വീട്ടിലത്തെ ഒന്നും ഡോഗിന് അറിയില്ല. അപ്പൊ ഡോഗ് ഓട്ടോമാറ്റിക്കലി ഡെയിലി ഒരു വടി പിടിച്ച് നടന്നു വരുന്ന കുട്ടീനെ ഡോഗ് എന്താ വിചാരിക്കുക, ദിസ് തിങ് ഈസ് ഗോയിങ് ടു ഹേർട്ട് മീ. അപ്പൊ സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമ്മളായ ഇപ്പൊ ഡെയിലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി വടി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിൽ സീ ദാറ്റ് പേഴ്സൺ ആസ് എ ത്രെറ്റ്. ഇൻസ്റ്റെഡ് നമ്മൾ ഡെയിലി, ഞാൻ കുട്ടികളോട് പറയണതാ, കല്ലെടുത്തെറിയണ പകരം ഒരു ബിസ്ക്കറ്റ് എറിഞ്ഞു നോക്ക്. രണ്ടാമത്തെ ദിവസം ആ പട്ടി അവിടെ വാലാട്ടി നിൽക്കുന്നുണ്ടാവും. എല്ലാ ഡോഗ്സും പപ്പീസ് ആയിട്ട് തന്നെ വളർന്നു വലുതാവുന്നത്. പപ്പീസ് അഗ്രസീവ് പപ്പി ഭയങ്കര സ്നേഹമാണ്. പെട്ടെന്ന് എങ്ങനെയാണ് അവർ അഗ്രസീവ് ആവുന്നത്? അതെ, അവര് വളർന്നാണ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഇങ്ങനെ ആവാൻ കാരണം എന്റെ സാഹചര്യമാണ്. അതുപോലെയാണ് എല്ലാ നമ്മളെപ്പോലത്തെ ബീങ്സ്, ഹ്യൂമൻ ബീങ്സ് അല്ല, ജീവനുള്ള എല്ലാ കാര്യവും അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ആവുന്നത്. ആൻഡ് എസ്പെഷ്യലി സെന്റിയന്റ് ബീങ്സ്, കുറച്ചുകൂടെ സെന്റിയന്റ്, ഇപ്പം ഇന്റലിജന്റ് ആയിട്ടുള്ള ബീങ്സ്, ഇപ്പം ഓൾ ആനിമൽസ്, ലോട്ട് ഓഫ് ദീസ് ആനിമൽസ് വിച്ച് ആർ ഹയർ അപ്പ്, യുനോ. അപ്പൊ അവർക്കൊക്കെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പട്ടി എന്ന് പറയുന്നത് ഇത്രയും അധികം ചർച്ചാ വിഷയമാവുന്നത്? ബിക്കോസ് ഏറ്റവും മനുഷ്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മൃഗമായതുകൊണ്ടാണ്, ഏറ്റവും ഇമോഷണലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗമായതുകൊണ്ടാണ്. പട്ടിക്ക് മാത്രമല്ല, ആനാസ് ഓൾസോ എക്സ്ട്രീംലി ഇന്റലിജന്റ്. അങ്ങനെ കുറെ തരം ആനിമൽസ് ഹു ആർ വെരി ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ആ ഒരു ഫീലിങ്സ് അവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഐ ഫീൽ ഇപ്പം, ലൈക്ക് ഐ സെഡ്, ദർ ഇസ് എ ബിഗ് ചേഞ്ച്. ആ ചേഞ്ച് നമ്മൾ അക്നോളജ് ചെയ്തേ പറ്റൂ. ഇപ്പം മാറുന്നുണ്ട്. അത് കൂടുതൽ നമ്മളൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു ലൈഫിനെ, അതായത് ഈ ഒരു ഡോഗ്സിന് നമ്മൾ ഇത്രത്തോളം അതിന്റെ ജീവന് ഇത്രയും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ഇത് കാണുന്നവർക്കാണെങ്കിലും തോന്നണം. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പം ഇപ്പം എത്ര വർഷമായി? ഞാൻ 3 വർഷമായി ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നു അല്ലെ? ഓട്ടോ ഡ്രൈവിംഗ് ഒക്കെ? അപ്പൊ അല്ല, അത് ആ സമയത്ത് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ നമ്മുടെ
ഒരു ആൾക്കാരിലോട്ട് ഇതാണ് ഫുൾ ടൈം സർവീസ്. ടൈം അത് തന്നെ. അതായത് ഇന്നിപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് 4 ദിവസത്തേക്ക് പോകാനായിട്ടുള്ള റെസ്ക്യൂസ് ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് ഇതിന്റെ സപ്പോർട്ട് ആയിട്ട് ഡു യു ഹാവ് എനിബഡി ഓർ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. ഒറ്റയ്ക്കാണ്. അപ്പൊ ആനിമൽ ലവേഴ്സിന് കുറച്ച് സപ്പോർട്ട് വെച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഫൈസൽ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം? നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അവര് നമ്മളെ എന്താ പറയാ ഡിമാൻഡ് ചെയ്യാണ് നമ്മൾ വന്ന് റെസ്ക്യൂ ചെയ്യുക. അതല്ലാതെ വാട്ട് ഇസ് ദ ടഫസ്റ്റ് പാർട്ട് ഫോർ യു ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ? ഫസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത്, അത് വിളിക്കുന്നിടത്ത് എല്ലായിടത്തും ഓടിപ്പോകാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഷെൽട്ടറിലെ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ നൈറ്റാണ് റെസ്ക്യൂവിന് പോകുന്നത്. അത് ചിലപ്പം എന്താ നമ്മൾ പറഞ്ഞ ടൈമിൽ ചിലപ്പം ചെല്ലാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അതിന് മുന്നേ ഉള്ളൊരു ഡോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമയത്തിന് അവിടെ നിൽക്കത്തില്ല. നമ്മൾ പോയി അന്വേഷിച്ചായിരിക്കും ഇവരെ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിരിക്കും. അന്നേരം നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടും ആൾക്കാർ ആ ഒരു അതായത് നമ്മളെ വിളിക്കുന്നവർ പോലും ആ ഒരു വാല്യൂ തരാതെ നമ്മളെ ചീത്തറയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിഷമം അതേ ഉള്ളൂ. എവിടെയാണ് ഫൈസൽ വർക്ക് ചെയ്യുന്നത്? ഏത് ഏരിയ ആണ്? അതോ ഇപ്പൊ കേരളം മൊത്തമാണോ? അയ്യോ അങ്ങനല്ല, എനിക്ക് അത് പറഞ്ഞു കൊടുക്കും. അല്ല എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഷെൽട്ടർ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. അന്നേരം ഈ നൈറ്റ്, അതായത് ഷെൽട്ടറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു 5 മണിയാവുന്ന സമയമായിരിക്കും. അതിനുശേഷം പോയിട്ട് എനിക്ക് അന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലത്തുള്ള റെസ്ക്യൂ ആണെന്നുണ്ടെങ്കിൽ പുനലൂരാണ് ഏരിയ, അവിടെയാണ്. അവിടുന്ന് ഒരു 100 കിലോമീറ്റർ റേഡിയസിലുള്ള കേസസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി എടുക്കാറുണ്ട്, ആണ് പൊതുവെ ചെയ്യാറ്. ഓക്കെ, ദാറ്റ് ഓൾസോ ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ബിക്കോസ് ഒരു റെസ്ക്യൂവർ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലേ? ഇപ്പൊ സാലി തൃശ്ശൂരാണ്, ഞാനിവിടെ കൊച്ചിയിലാണ്. എനിക്ക് ചില സമയം ഞാനാണെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ച് വേറെയാ, എൻ്റെ ഫീൽഡേ വേറെയാ. ഓക്കെ, ഞാനിതില് അന്ന് ഇമോഷണലി വന്ന് ഇൻവോൾവ് ആയി, പിന്നെ പെട്ടുപോയതല്ല, ഞാൻ മാറത്തൂല്ല. പക്ഷെ എനിക്ക് എന്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കൊരു വോളണ്ടിയർ ബേസ്ഡ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കി എല്ലാവരെയും കണക്ട് ഒക്കെ ചെയ്ത് വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ കോൾസ് വരും. അപ്പൊ ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആണ്. ഐ സെഡ് ഫസ്റ്റ്ലി എന്നെ എന്തിനാ വിളിക്കുന്നത്? ഓക്കെ, ബിക്കോസ് മൈ നമ്പർ ഇസ് മൈ വർക്ക് നമ്പർ. ഇതിന് വേണ്ടി ദർ ഇസ് എൻ ഏരിയ ഫോർ ഇറ്റ്, യു നോ, ഇറ്റ്സ് ഓക്കെ. ട്രിവാൻഡ്രത്ത് റെസ്ക്യൂ ഞാൻ എങ്ങനെ ചെയ്യും? അവിടെ എന്താ ആൾക്കാരില്ലേ? ആൾക്കാരില്ല, അതൊരു പോയിന്റ് ആണ്. നമ്മുടെ നാട്ടില് മാം ഒരു കാര്യം പറയട്ടെ, എന്നെ ഇപ്പൊ ഒരു ദിവസം എനിക്ക് കുറഞ്ഞ ഒരു 30 കോളെങ്കിലും വരാറുണ്ട്. ഇപ്പൊ അതിനകത്ത് ഒരു 4-5 കേസ് എനിക്ക് ഓക്കെ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ അന്നേരം അടുത്ത നമ്പർ വെച്ച് വിളിക്കുന്നത് ചിലപ്പം കൊല്ലത്തുള്ള ഒരാൾ വിളിച്ച് ചിലപ്പം കാസർഗോഡ് വരെ എത്തും. അങ്ങനെ ആയിരിക്കും കോൾ വരുന്നത്. അന്നേരം ട്രിവാൻഡ്രത്ത് ചിലപ്പോൾ റെസ്ക്യൂസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അവർക്കും എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇത് ഇവർക്ക് ആർക്കും കാശ് കൊടുത്ത് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഇവര് സർവീസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തെറി പറഞ്ഞു വന്നാൽ യു ഷുഡ് ആക്ച്വലി ബി സേയിങ് താങ്ക് യു. ഇറ്റ്സ് ടു ഫൺ. ചില സമയത്ത് വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കൊക്കെ വിളിക്കും. വിളിച്ചിട്ട് ചിലവര് പരിചയപ്പെടാൻ വേണ്ടി വിളിക്കും. ഞാൻ ഉറക്കത്തിന്റെ ഇടയിൽ ചിലര് റെസ്ക്യൂ എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ പറയും, സുഹൃത്തെ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അല്ല, അത് കൂടുതൽ അവരുടെ ലൈഫായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. അവർ വിചാരിക്കും അവരുടെ അതേ ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ചിലപ്പോൾ 4 മണിക്ക് അലാറം വെച്ച് എണീക്കുന്ന ഒരാളായിരിക്കും. ഞാൻ ചിലപ്പോൾ 5 മണിക്കായിരിക്കും പോയി കിടന്ന് ഉറങ്ങുന്നത്. അഡോപ്ഷൻ കോളൊക്കെ വെളുപ്പിന് 3 മണിക്കൊക്കെ ആ രാത്രി ഞാൻ കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും. അങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്യണം, പക്ഷെ സമയം തെറ്റി. വാട്ട് ഹാസ് ബീൻ യുവർ ഹാർഡസ്റ്റ്? എനിക്ക് ലൈക്ക് guilt tripping me, people guilt tripping me because like me, എനിക്ക് like I don't have a shelter and ഇവര് സാലിക്ക് ആവശ്യമില്ല, സാലിയുടെ വീട് തന്നെ ഷെൽട്ടറാ. ഇല്ല, പക്ഷെ I am very particular. എനിക്ക് like for me I will not keep hoarding dogs. എനിക്ക് ഒരിക്കലും പറ്റില്ല. for me like മോസ്റ്റ് ആവശ്യമുള്ളവരെ വെക്കുക, ആഫ്റ്റർ ദാറ്റ് ഈതർ റിലീസ് ഓർ ഗെറ്റ് ദം അഡോപ്റ്റഡ്, അത്രേ എനിക്ക് പറ്റുള്ളൂ. ആൻഡ് ഷെൽട്ടേഴ്സ് ഒക്കെ ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഫൈസൽസ് തിങ്, ലൈക്ക് ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് ഫിൽഡ് അപ്പ്. ആൾക്കാർ ഫൈസലിന് ഷെൽട്ടർ ഉണ്ട് എന്നുള്ളത് പീപ്പിൾ ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ്. അവന് ഷെൽട്ടർ ഉണ്ടല്ലോ, അതുപോലെ ഇപ്പോൾ പോസിൽ പ്രീതിക്ക് ഷെൽട്ടർ ഉണ്ട്. ജസ്റ്റ് ഷെൽട്ടർ ഉണ്ടായിട്ട് എന്താ എടുക്കാത്ത? ഷെൽട്ടറിന്റെ അവസ്ഥ എന്താണ്? ആർ ദീസ് പീപ്പിൾ ഗോയിങ് ആൻഡ് വോളണ്ടിയറിംഗ് ദെയർ ഫോർ എ വീക്ക് ഓർ നോയിങ്? ഇപ്പോൾ PFA ട്രിവാൻഡ്രത്ത് PFAയുടെ ഷെൽട്ടർ, ദേ ആർ ഓൾ ലൈക്ക് സോ ഓവർവെൽംഡ് വിത്ത് ദ കേസസ്. ദേ കാൺട്ട്. എനിക്കിപ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് ഇതുപോലെ പ്രത്യേകിച്ച് പപ്പീസിൻ്റെ ലൈക്ക് വി ഹാവ് ടു സേ നോ എ ലോട്ട്.
കാരണം വെച്ചാൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പപ്പീസ് അതേപോലെ അഡോപ്ഷൻ നടന്നാലേ നമുക്ക് വീണ്ടും they'll get എടുക്കാൻ stuck പറ്റത്തുള്ളൂ. with us. എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ പാൻഡന്നെ ലൈക്ക് ഇസ് എ പപ്പി ദാറ്റ് ഗോട്ട് സ്റ്റക്ക് വിത്ത് മീ. അപ്പോൾ ലൈക്ക് പപ്പീസിന്റെ മാക്സിമം നമ്മൾ ഡിനൈ ചെയ്യുമ്പോൾ ലൈക്ക് ഭയങ്കര മോറലി നമ്മളെ ഗിൽട്ട് ട്രിപ്പ് ചെയ്യും ഇമോഷണലി. ലൈക്ക് ചത്തുപോകാനാ പക്ഷെ പോണേ. ഒരു കാര്യം പപ്പീസിന്റെ കാര്യം അവർക്ക് തന്നെ ഏതൊരു മനുഷ്യർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അമാനുഷികരല്ല. ആയിട്ടുള്ള കാര്യം. പപ്പീസിന്റെ ഒരു മുറിവിനകത്ത് മരുന്നിട്ട് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മഴ നനയാതെ സേഫ് ആക്കി നിർത്താനോ അല്ലെങ്കിൽ അവരെ പട്ടിണി കിടന്ന് ചാവാതെ ഇച്ചിരി ആഹാരം ഇട്ട് കൊടുക്കാനോ നമ്മൾ റെസ്ക്യൂവേഴ്സിനെ വിളിക്കേണ്ട കാര്യമാണ്. റെസ്ക്യൂവേഴ്സിനെ ആളുകൾ കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് ആയിട്ടാണ്. ഇപ്പം നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം വണ്ടിയിലല്ലേ പോകത്തുള്ളൂ, ആംബുലൻസ് വിളിച്ച് പോകത്തില്ലല്ലോ. അന്നേരം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക. അവരെ കൊണ്ട് പറ്റില്ലെന്നുണ്ടെങ്കിൽ മാത്രം റെസ്ക്യൂവേഴ്സിനെ വിളിക്കുക. അതാണ് എനിക്ക് ഇവിടെ ഡോഗ്സ് ഉണ്ട്, ഇതിനെ എടുക്കൂ, ഇതിന് വയ്യ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ എവിടെയാണ് ലൊക്കേഷൻ, ഓക്കെ അവിടുത്തെ വല്ല പെറ്റ് ഹോസ്പിറ്റൽ ഉണ്ടോ എന്നാ വിളിക്കും എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കും. ബിക്കോസ് ആ ഒരു എഫേർട്ടെങ്കിലും കൾച്ചറുമാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ ഇഫ് യു സീ ആൻ ആനിമൽ, നിങ്ങൾ വഴിയിൽ വയ്യാതെ കിടക്കുന്ന ഒരു മൃഗത്തെ കാണുകയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു പെറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചു ചോദിക്കും. ഓക്കെ, എന്നിട്ട് മേക്ക് ദാറ്റ് എഫേർട്ട് യുവർ സെൽഫ്. ആ ഒരു എഫേർട്ട് ഓക്കെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഫൈൻഡ് എ റെസ്ക്യൂവർ. പക്ഷെ അവിടെ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പോലും മനസ്സ് കാണിക്കാത്ത ആൾക്കാരാണ്. വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന നോക്കുമ്പോഴത്തേക്ക് ഈ ഡോഗ് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഡോഗ് വാണ്ടർ ചെയ്ത് പോയി. അല്ല, അങ്ങനെ വണ്ടി വെച്ച് മരിച്ചിട്ടുണ്ട്. പോകുന്ന വഴി കണ്ടതാണ്, പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. എന്തിനാണ് പിന്നെ വിളിച്ച് പറയുന്നത്? വെറുതെ നമുക്ക് അത് ഒരുമിച്ച് ചെയ്യാനേ നടക്കുള്ളൂ. നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യണം. വിളിച്ചു പറയുമ്പോൾ നിങ്ങളും കൂടി സഹകരിക്കണം. ഞങ്ങളുടെ ഭാഗം ഞങ്ങളെ കൊണ്ടാവുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡോഗിനെ റെസ്ക്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡോഗിനെ കണ്ട സ്ഥലത്തുനിന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം അത് കഴിഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഡോഗിന് ചിലപ്പോൾ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. കുറച്ചു നേരം ടൈം എല്ലാവരും അവനല്ലോട് ചെയ്യുന്നവരുണ്ട്. ഐ അഗ്രി. പക്ഷെ അതിന് നമ്പേഴ്സ് കൂട്ടാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. ലൈക്ക് ഐ സെഡ്, ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ കുറെ ആൾക്കാർ അതിനുവേണ്ടി ഒച്ച ഉണ്ടാക്കണം. ആ ഒച്ചയും ബഹളത്തിനും കുറെ തെറിയും കേൾക്കണം, കുറെ പഴിയും കേൾക്കണം. പക്ഷെ ഒരു സഹകരണമില്ലായ്മ എന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സഹകരണം എന്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരണം എന്ന് ഞാൻ കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗവൺമെന്റ് സൈഡല്ല, ഞാൻ ഫസ്റ്റ് പൊതുജനങ്ങളുടെ കാര്യം പറയുന്നത്. പൊതുജനങ്ങളാണ് മാറേണ്ടത്. അവര് മാറുമ്പോഴത്തേക്ക് ഗവൺമെന്റും മാറും, മീഡിയാസും മാറും. മീഡിയാസ് എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമുള്ള ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്, പട്ടി കടിച്ചു അല്ലെങ്കിൽ പട്ടിയെ തല്ലിക്കുന്നു എന്ന് പൊതുജനത്തിന് ഇഷ്ടമാണെന്നുള്ള, അതായത് അക്രമകാരികളായിട്ടുള്ള നായകളെ കൊല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസിലും ഈ ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് കൊടുത്തത്? ഇപ്പൊ തെറ്റാണെന്നുണ്ടെങ്കിലും ഈ പൊതുജനങ്ങൾക്ക് ദഹിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട വാർത്തയാണ്. ഒരു സ്കൂളിൽ പോകുന്ന ഒരു പെൺകുട്ടി, അതിന്റെ പുറകെ ചിലപ്പോൾ 2 ഡോഗ്സ് നടന്നു പോകുന്നുണ്ടാവും. പിന്നിലോ മുന്നിലോ ഹെഡിങ് എങ്ങനെയായിരിക്കും? തലനാരിയാക്കി പെൺകുട്ടി തെരുവുനായകളുടെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കാണിക്കുന്ന ഫോട്ടോസോ അവര് സ്റ്റോക്ക് ഫോട്ടോസോ വായിന്ന് പതിയൊക്കെ വന്നിട്ടുള്ള ട്രെയിനിൽ ഒരു പാവം പട്ടി അതിന്റെ ഹെഡിങ് എന്തായിരുന്നു? ജനങ്ങൾ ഭീതിയിൽ. പിന്നെ ഒരു എന്തുവാ പുറത്തെ രാജ്യങ്ങളൊക്കെ കാണില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സ്റ്റോറി പ്രസന്റ് ചെയ്യുന്നത്. അതെ, അങ്ങനെ പ്രസന്റ് ചെയ്യണ്ട, ഇങ്ങനെ മോശമായി പ്രസന്റ് ചെയ്യണ്ട. ഇന്ന് ഞാൻ ഇവിടെ കയറുന്നതിന് മുന്നേ തൊട്ടുമ്പോ ന്യൂസ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു അമ്മപ്പട്ടി പ്രസവിച്ച് കുറച്ച് കുട്ടികള്, എന്നിട്ട് ഹെഡിങ് തെരുവുനായ കൂട്ടത്താൽ ഭീതിയിൽ ഹോസ്പിറ്റൽ. അതിന് താഴെ ഭാഗ്യത്തിന് ഞാൻ തുറന്നു നോക്കിയ ഒരുപാട് നല്ല കമന്റ്സ് ആണ്. ആളുകൾ മുഴുവൻ ഇന്നലെ കൂടി ഞാൻ ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ. അതെ, പട്ടിക്കുട്ടികൾ ആളുകൾ തീർച്ചയായിട്ടും മാറുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പഞ്ചായത്ത് മെമ്പേഴ്സ് വിളിക്കുന്നുണ്ട്, മോനെ ഇവിടെ ഡോഗ് പെട്ട് കിടക്കുന്നുണ്ട്, ഇത്രയും തെരുവുനായ പ്രശ്നം മീഡിയാസ് പുഷ് ചെയ്തിട്ട് പോലും ഒരുപാട് ജനങ്ങളും പഞ്ചായത്ത് മെമ്പേഴ്സും നമ്മളെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ആ വാർഡിലെ ഒരാളെങ്കിലും ഒരു മെമ്പറെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ മെമ്പർ മാറും. നമുക്കത് മാത്രം മതി. ആക്ച്വലി എല്ലാ വാർഡിലും കുറച്ച് സെൻസിറ്റീവ് ആയ ഒരാള് വന്ന് കുറച്ച് അവിടെ അതിന് വേണ്ടി സംസാരിച്ച് ഈ നെറ്റ്വർക്ക് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് നമുക്ക് ആക്ച്വലി നെറ്റ്വർക്കിങ്ങിലൂടെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ബിക്കോസ് ഇപ്പം അതിന്റെ വെൽഫെയർ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അത് അക്രോസ് കേരള നമുക്കൊരു വലിയ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഈ ലോക്കൽ ഗവൺമെന്റ്സും അവിടുത്തെ കുറച്ച് ആനിമൽ ലവേഴ്സും ഒക്കെ കൂടെ ഒത്തുചേർന്നാൽ സോൾവ് ചെയ്യാനുള്ള പ്രശ്നമുള്ളൂ. ലോകത്തെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനുള്ള സഹായിച്ചാൽ മതി. മുഴുവനും നിങ്ങൾ എടുക്കണ്ട. ഞങ്ങളെ പോലുള്ള കുറെ പേര് സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ പൈസലിന് ഷെൽട്ടർ ഉണ്ട്, എനിക്കത് ഇല്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഷെൽട്ടർ ഉള്ളതിന്റെ പ്രശ്നം അവനും ഉണ്ട്. ഇപ്പോൾ എനിക്ക് പാരലൈസ്ഡ് ആയിട്ടുള്ള ഡോഗ്സിനെ ഒരിക്കലും വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. കാരണം ഞാനിത് എവിടെ കൊണ്ടുപോയിട്ട് വെക്കും? ഞാൻ താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടിലേക്കാണ് നമ്മൾ ഷെൽട്ടർ അടക്കം അല്ലെങ്കിൽ കുറച്ച് ഡോഗ്സിനെ നിർത്തിയേക്കുന്നത്.
തീർച്ചയായിട്ടും ഞാൻ ഇവനെ നേരെ വിളിക്കും, ഫൈസൽ ഒരു ഡോഗ് ഉണ്ട് വയ്യ നീ എടുക്കും, എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ച് ഇവന് കൊണ്ടുപോയിട്ട് കൊടുക്കും. എനിക്ക് ഇങ്ങനത്തെ ആളുണ്ട്. ബിക്കോസ് സെയിം സിറ്റുവേഷൻ. ബിക്കോസ് എനിക്ക് വെക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. എന്റെ ലൈഫ് സ്റ്റൈൽ സത്യം പറഞ്ഞാൽ എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവന് എണ്ണം കൂട്ടി കൊടുക്കുകയാണ്, ഓൾറെഡി അവൻ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. അതെ. അപ്പൊ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അവന്റെ ഏതെങ്കിലും ഒരു ഡോഗിനെ ഞാൻ എടുത്തുകൊണ്ട് അഡോപ്ഷന് വേണ്ടിയിട്ട് അഡോപ്ഷൻ ഞാൻ നടത്തും. അതിൽ ഏറ്റവും വലിയ കോമഡി, കൊല്ലത്തുനിന്ന് ഞാൻ ആ ഡോഗിനെ കൊണ്ടുവന്നിട്ട് അഡോപ്ഷൻ ആവുന്നതും കൊല്ലത്ത് തന്നെ ആയിരിക്കും. അതിനെ കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവൻ തിരിച്ച് പിന്നെയും കൊല്ലം. അല്ല, ആന്റണീനെ ശരിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണ ഒരു കാര്യം, ലൈക്ക് ദ ഫാമിലി ഇസ് ദിസ് ഫെലോ ഫൈൻസ്. ഐ എം സോ ജെലസ് ഓൾവേസ്. കാരണം ഞാൻ ഇങ്ങനെ വർഷങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് കാരണം എന്റെ ലൈക്ക് സർക്കിൾ ആൻഡ് മൈ ഫോളോവേഴ്സ് ആർ ഓൾസോ ലെസ്. പക്ഷെ ഇവന് കിട്ടണത്, ഇവൻ അഡോപ്ഷന് കൊടുക്കണ വീടുകള്, പൊന്നു പോലെ നോക്കണ വീടുകള് ആന്റണിക്ക് ഇടയ്ക്ക് കിട്ടാൻ. ഐ തിങ്ക് കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സ് ഒക്കെ കുറച്ച് പൊസസീവ് ആണ്. നല്ല വീട്ടിൽ മാത്രമേ വിട്ടു. വെരി സ്ട്രിക്റ്റ്. എനിക്ക് ജർമ്മൻ ഷെപ്പേർഡ് വേണം, എനിക്ക് ലാബ്രഡോർ വേണം. സത്യം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ഈ പറയുന്ന സംസാരം കേട്ടിട്ട് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങള് പാവപ്പെട്ടവർക്ക് പട്ടിയെ വളർത്തണ്ടേ, ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തണ്ടേ, ചിലപ്പോ അത് കുറച്ച് ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വളർത്തണ്ട, ജർമ്മൻ ഷെപ്പേർഡിനൊന്നും വളർത്തണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നാടൻ പട്ടികൾ നിങ്ങൾക്ക്, അതും ഞാൻ ചുറ്റുമതിലേക്ക് നിർബന്ധമാണ്. 4 സൈഡും ചുറ്റുമതിലുള്ള വീട്ടിലേക്ക് മാക്സിമം കൊടുക്കുള്ളൂ. ഇനി റെയർ കേസിൽ വീടിനകത്ത് വളർത്തുന്ന ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ കൊടുക്കും. അതുപോലെ കുട്ടികളോട് ഞാൻ അഡോപ്ഷന്റെ കാര്യങ്ങൾ സംസാരിക്കില്ല, ഒരു കുട്ടികളോട് സംസാരിക്കില്ല. കോളേജിൽ പഠിക്കുന്ന ആളുകളോടാണെങ്കിൽ ഞാൻ സംസാരിക്കില്ല, നേരെ പാരന്റിനോട് കോൺടാക്ട് ചെയ്യാൻ പറയും, പിന്നെ വിളിക്കില്ല. അടുത്തത്, എനിക്ക് ഞാൻ ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളും എന്റെ ഒരു ഡോഗിനെ കയറ്റി വിട്ടില്ല. കേരളത്തിൽ ഏത് ജില്ലയിലാണെങ്കിലും എനിക്കൊരു വാൻ ഉണ്ട്, ഞാൻ നേരെ വണ്ടി ഓടിച്ച് കൊണ്ടുപോയി. ചിലപ്പോൾ എൻ്റെ ആഴ്ചയിൽ ഒരു 5 ദിവസം ഞാൻ ഉറങ്ങുന്നത് എൻ്റെ വണ്ടിയിലാണ്. കാരണം കൊല്ലത്തേക്ക് രാത്രി ആയിരിക്കും വണ്ടി ഓടിച്ച് പോവാ. ഇപ്പൊ ഇവന്റെ ഷെൽട്ടറിന്റെ ഒക്കെ ഭാഗം എത്തുമ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി വണ്ടിയിൽ കിടന്ന് ഉറങ്ങി, ചിലപ്പോൾ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഇവന്റെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. തൃശ്ശൂർ ഭാഗത്തഞ്ച് ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കും, സാലിയുടെ വീട്ടിലായി കിടന്നുറങ്ങാം. എന്നിട്ട് ട്രിവാൻഡ്രത്തോ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ വണ്ടി ഓടിച്ച് വരും. എനിക്ക് ഫാമിലിയെ നേരിട്ട് കാണണം, അവർ വളർന്ന വീട് കാണണം. ഫാമിലിയിൽ ചിലപ്പോൾ 5 പേരിൽ ഒരു അമ്മൂമ്മയായിരിക്കും ഇഷ്ടമല്ലാത്തത്, ഞാൻ തിരികെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് പിന്നെ അടുത്ത തവണ ചിലപ്പോൾ അടുത്ത ആഴ്ച അഡോപ്ഷൻ, അടുത്ത ഇയറോ നമ്മൾ പോകുമ്പോൾ ഇവരുടെയൊക്കെ ലൊക്കേഷൻ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പോകുന്ന വഴിയൊക്കെ ഇവരുടെ വീട്ടിൽ കയറും, ചിലപ്പോൾ അവർക്ക് ഫുഡും തരും, പട്ടികളെയൊക്കെ കണ്ട് കൊഞ്ചിച്ച് ഞാൻ പോരും. ചിലപ്പോൾ ഏതെങ്കിലും ഡോഗ് മോശം അവസ്ഥയാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരും. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് വന്നിട്ടില്ല. നമ്മൾ അത്രയും നല്ല ഫാമിലീസിലോട്ട് അല്ലാണ്ട് കൊടുക്കില്ല. പക്ഷെ കുറെ പേര് വിളിക്കുമ്പോൾ ഞാൻ ചുറ്റുമതിലുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പം ഐ സ്റ്റിൽ റിമെമ്പർ ഈ അഡോപ്ഷൻ ഡ്രൈവ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് 2-3 ഞാനിപ്പം ഫോറം മോളിലെ വി ഡു എ റെഗുലർ വൺ എവറി ഇയർ വൺ. പക്ഷെ അതില് കറക്റ്റ് ആർക്ക് കൊടുക്കണം എന്ന്, ബിക്കോസ് അഡോപ്ഷൻ റൈസിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ കീപ് ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അഡോപ്ഷൻ വേണം, ബിക്കോസ് there are ഈ പപ്പീസ് ആണ് ഏറ്റവും വലിയ. അതിനകത്ത് എനിക്കൊരു സജഷൻ പലപ്പോഴായിട്ട് തോന്നിയിരിക്കുന്നത്, ഇപ്പൊ ഒരുപാട് NGOs ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇതുപോലെ ചെയ്യുന്നുണ്ട്. മാൾസിൽ അതുപോലെ എന്തെങ്കിലും വലിയൊരു ഇവന്റ് വരുമ്പോൾ അതിനകത്തൊരു സബായിട്ട് കുറച്ച് പപ്പീസിനെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അഡോപ്ഷൻ നടത്തുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തോളൂ പപ്പീസിനെ, പക്ഷെ അന്ന് കൊടുക്കരുത്. ഡീറ്റെയിൽസും കാര്യങ്ങൾ എഴുതിയിട്ട് പിന്നീട് നിങ്ങൾ ഫോളോ അപ്പ് നടത്തിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, എന്നിട്ട് കൊടുക്കണം. അല്ലാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് അപ്പോഴായിരിക്കും പപ്പിയെ കാണുന്നത്. ഒരിക്കലും ആ പപ്പിയെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർ പോലും ആയിരിക്കില്ല. പെട്ടെന്ന് ആ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും എടുക്കും. അവർ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ആ നേരത്തെ ചിലപ്പോൾ വീട്ടിലുള്ള ഗ്രാൻഡ്മയ്ക്കോ അല്ലെങ്കിൽ അലർജി ഉള്ളവർക്കോ പറ്റില്ല, നാളെ നമ്മളെ തന്നെ വിളിക്കും, നമുക്ക് ബുദ്ധിമുട്ടാട്ടോ, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുത്തണ്ട. നമ്മളത് പ്രോപ്പറായിട്ട് ഡോഗ്സിനെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഇങ്ങനത്തെ അഡോപ്ഷൻ ഡ്രൈവ്സ് നടത്തുമ്പം റെസ്ക്യൂവേഴ്സ് ആണല്ലോ പപ്പീസിനെ കൊണ്ടുവരുന്നത്. ഈ റെസ്ക്യൂവേഴ്സിൽ ചിലവര് അവരെയും കൂടെ നിങ്ങളൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. കുറെ റെസ്ക്യൂവേഴ്സ് അവരുടെ പപ്പീസൊക്കെ കൊണ്ടുവരും, പാർവോ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പാർവോ എന്നിട്ട് ഞാൻ അവരെ ഹോസ്പിറ്റലിലേക്ക് അയച്ച് നോക്കി, ഇറ്റ്സ് ഡേഞ്ചറസ് നോ. ബാക്കി എല്ലാ ആനിമൽസിനും വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്ക്യൂ എന്ന പേരിൽ മൃഗങ്ങളെ ഹോഡ് ചെയ്യുന്ന കുറെ ആൾക്കാരും ഈ ലോകത്തുണ്ട്. നമ്മൾ അതും റെക്കഗ്നൈസ് ചെയ്യണം. ഒരുപാടൊന്നും റെസ്ക്യൂസ് അല്ല, കുറെ ആളുകൾ ചേച്ചിമാരുണ്ട്, വീട്ടമ്മമാരായിട്ട് കഴിയുന്നവര്. അവർക്ക് ചിലപ്പോ തീരെ പാവപ്പെട്ടവരായിരിക്കാം. അപ്പൊ അവര് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ഞാനും ഫൈസലും ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു തോന്നുന്നത്.
ഇത് കാണാത്ത ഒരുപാട് പേര് എനിക്കറിയാം. ചേച്ചിമാരുണ്ട് ചേച്ചിമാര് കുറേ. രാത്രി പിന്നെ 3 നമ്മൾ മണിക്ക് റെസ്ക്യൂവിന് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയും, നമ്മളെ വിളിക്കുന്ന ഒരു ഇൻഫോർമർ ആയിരിക്കും ആ ചേച്ചി. അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവരൊരു 100-100 ഡോഗ്സിന് വർഷങ്ങളായിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു ആരുടെയും സഹായം ഇല്ലാതെ അവർ കൂലിപ്പണിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിനകത്തു നിന്നായിരിക്കും അവർ ഫുഡ് കൊടുക്കുന്നത്. രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഇറങ്ങാണ് ഭക്ഷണം കൊടുക്കാനായിട്ട്. ഇപ്പൊ കൊടുങ്ങല്ലൂർ ഒരു ചേട്ടനും ക്യാൻസർ ആയ ഒരു അമ്മയുണ്ട്. അവർ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ ബുള്ളറ്റിന് ഇറങ്ങും. അമ്മയെ പിന്നിലിരുത്തി ഈ ചേട്ടൻ അവിടെയുള്ള ഡോഗ്സിന് മുഴുവനും ഭക്ഷണം കൊടുക്കും. എന്തെങ്കിലും റെസ്ക്യൂസ് ഒക്കെ വരുമ്പോൾ എന്നെ വിളിച്ചു പറയും. വർഷങ്ങളായിട്ട് ഇവരൊരു ദിവസം പോലും അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് ചെയ്യണം. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ കമ്മിറ്റഡ് ആയിട്ടല്ലേ? അതൊരു ദിവസം പോലും മുടങ്ങാതെ അവർ ചെയ്യുന്നത്. കുറച്ച് പേരുണ്ട് അങ്ങനെ. ഇവരാരും അറിയുന്നില്ല, ഇവരെ പോലുള്ള ആരും അറിയുന്നില്ല. ഞങ്ങളെ പോലുള്ളവരെ അറിയുന്നുള്ളൂ. അപ്പൊ അവരെയും കൂടി നിങ്ങളെ പോലുള്ളവരെ അറിയുന്നത് ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും കൂടെ അറിയാം. അതുകൊണ്ട് ചെറുപ്പത്തിന്റെയും കൂടി ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത് പക്ഷെ അവരത് ഒച്ചയും ബഹളോ ആക്കുന്നുമില്ല. അവരുടെ സാലറിയിൽ നിന്ന് എടുത്ത് ചെയ്യുന്നു. അവർക്ക് കഴിയുന്നത് അവർ ചെയ്യുന്നു. അത് നമ്മൾക്ക് കഴിയുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അവർ ചെയ്യുന്നത്. ഇതേപോലെ ഒത്തുചേർന്ന് ചെയ്താലേ നമുക്ക് ഈ ആനിമൽ വെൽഫെയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ദീസ് ബോത്ത് ആക്ച്വലി ആനിമൽ വെൽഫെയറിന് ആ ഒരു യൂത്തിലേക്ക് നല്ലോണം കൊണ്ടുവരാനായിട്ട് ഫൈസലും ആന്റണിയും കോളേജസിൽ നിന്നും യങ്സ്റ്റേഴ്സും വരുന്നുണ്ട്. ഒരുപാട് പേര് റെസ്ക്യൂസ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്നിട്ട് പറയാ, ചേട്ടന്റെ വീഡിയോസ് കണ്ടതിനകത്തുനിന്നുള്ള ധൈര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഏറ്റവും വലിയൊരു ഇത് കാര്യമായിട്ട് കാണുന്നത് അതാ, ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യാനായിട്ട് തയ്യാറാവും. അതാണല്ലോ വേണ്ടേ. അതെ, ഞാൻ ഫൈസലിന്റെ വീഡിയോസ് ചിലപ്പോൾ ഇടയ്ക്ക് വെറും കമന്റ് സെക്ഷൻ തുറക്കും ടു ഫീൽ ഗുഡ്. ഭയങ്കര മനസ്സമാധാനം. കാരണം അതിന്റെ അടിയിലുള്ള ആൾക്കാർ അത്രയും ലൈക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാല് അവര് നോക്കിക്കോളും. ഇപ്പൊ നിങ്ങളുടെ ഈ കഴിഞ്ഞ ഇപ്പം ആന്റണി എത്ര വർഷമായി? 5 വർഷം. അപ്പൊ ആന്റണീന്റെ വീഡിയോസും ഞാൻ കഴിഞ്ഞ കുറെ വർഷമായിട്ട് കാണുന്നുണ്ട്, ഫൈസലിനെയും കാണുന്നുണ്ട്. അപ്പൊ I've had chats with I think Sally and all saying it's so good to see യങ്സ്റ്റേഴ്സ് ഇതിൽ വന്ന് ഇതിനെ കുറിച്ച് ഇത്രയും വോക്കലായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന ചെറുപ്പക്കാരാണ് നിങ്ങൾ. അപ്പൊ ആ സ്ട്രെങ്ത്, ആ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ഓൺ ചെയ്യുന്ന ഒരു സമൂഹത്തോടാണ്. നിങ്ങളുടെ ഓഡിയൻസും ഇപ്പൊ അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണ്. അപ്പൊ ആ ഓഡിയൻസ് ഇനി ഏറ്റെടുക്കണം. അവരേറ്റെടുത്ത് അവരിലൂടെ ഈ ചേഞ്ച് വരണം. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഗവൺമെന്റ് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ 10 വർഷമായി ഐ തിങ്ക് ആനിമൽ വെൽഫെയർ വെരി ബാഡ്ലി എന്നാണ് എന്റെ അഭിപ്രായം ഫ്രം ദ ഗവൺമെന്റ് സൈഡ്. അത്ര അധികം ഒന്നും ഞാൻ കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബിക്കോസ് വി ഹാഡ് എ കോൺവെർസേഷൻ. പക്ഷെ അവർ ചർച്ച ചെയ്യുന്ന രീതിയും ഷെൽട്ടർ എന്ന രീതിയിലാണ്. അപ്പോ ഐ ഡു ഫീൽ ദാറ്റ് ഞാൻ അതും കൂടെ അല്ല, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വല്ല ഓപ്ഷൻസ് ആയി പോണോ എന്നൊക്കെ ഞാൻ എനിക്ക് ഒരിക്കലും തോന്നില്ല ഷെൽട്ടർ ഒരിക്കലും മുന്നോട്ട് പോകാൻ. കഴിയുന്ന പോലെ അവര് ചെയ്യട്ടെ, അതെങ്കിലും ചെയ്യട്ടെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ അഡാട്ട് പഞ്ചായത്ത് ഇപ്പം ചെയ്യുന്നതായിട്ട് ഒരു വീഡിയോ ഉണ്ട്. പപ്പീസിനെ എടുത്തു വെച്ചിട്ട് അവര് ആവശ്യമുള്ളവർക്ക് അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ? അപ്പൊ ഈ അമ്മയില്ലാത്ത പപ്പീസിനെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സപ്പോർട്ടാണ്. ഏതെങ്കിലും ഒരു ഡോഗിന് വയ്യെങ്കിൽ അവിടുത്തെ ഹെൽത്തിൽ തന്നെ വിളിച്ചു പറയും, ആന്റണി ഡോഗ് വയ്യാണ്ട്. നമുക്ക് ബേസിക്കലി വേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വി കൻ ബി വെരി ഓണസ്റ്റ്. ഈ വയ്യാത്ത മൃഗങ്ങള്, അബാൻഡൻഡ് ആയിട്ടുള്ള മൃഗങ്ങള്, അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുക, അതൊക്കെ ഐ എം ഷുവർ റെസ്ക്യൂവേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് വെക്കാൻ വേണ്ടി ഗവൺമെന്റ് സൈഡിൽ നിന്നൊരു ഫെസിലിറ്റി. അതെ, ഞാൻ ഇപ്പൊ എന്റെ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ അടുത്താണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. റെസ്ക്യൂസ് ഞാൻ ചെയ്തോളാം. ഇപ്പൊ ഒരു റാബിഡ് ആയിട്ടുള്ള ഒരു ഡോഗിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്തിക്കാൻ ഒരു സ്ഥലം വേണം. ബിൽസ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. ഒരു ചെറിയൊരു ഒരു ഫെസിലിറ്റി, ഒരു ഡോക്ടർ, ഒരു നഴ്സ്, അങ്ങനെ എന്തെങ്കിലും. എത്ര കോസ്റ്റ് ആവും അതിന്? എത്ര കോസ്റ്റ് ആവും സാലി? നമുക്കിപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ ഫെസിലിറ്റീസ് വെറുതെ എംപ്റ്റി ആയിട്ട് എന്തോരം സ്ഥലങ്ങൾ കിടക്കുന്നു യൂസ് ഇല്ലാണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പകുതി വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അവസാനിപ്പിച്ചിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കാണാൻ ഒരു 10 kg ഇപ്പൊ ഒരു ഇതുമില്ലാത്ത എനിക്ക് ഇത്രയും ഡോഗ്സിനെ നോക്കാന്നുണ്ടെങ്കിൽ ഇവർ ഫണ്ടും വെച്ചോണ്ട് ഇവർക്ക് ചെയ്തൂടെ? പിന്നെ എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഞങ്ങളത് ചെയ്യാം. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ അത് പ്രയോറിറ്റി ആവുന്നില്ല. And also ഇത് കാണുന്ന പബ്ലിക്, ലൈക്ക് പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് ഷോ, ഐ റിയലി വാണ്ട് മോർ ഫോസ്റ്റർ ഹോംസ് ടു കം അപ്പ്. കുറേ പേർക്ക് പെർമനൻ്റ്ലി ഇപ്പോൾ ഒരു ലൈക്ക് മേ ബി നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. ഒരു ഡോഗിനെ 14 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം നോക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളെ റെസ്ക്യൂവേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ഇല്ലെങ്കിൽ ഒരു മാക്സിമം
പോയ ഒരു മാസം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡോഗിനെ ലൈക്ക് അതിന് വേണമെങ്കിൽ അതിൻ്റെ ഫുഡ് ബാക്കിയുള്ള എക്സ്പെൻസസ് മെഡിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലും ലൈക്ക് താൽക്കാലികമായിട്ട് വെക്കാനൊരു സ്ഥലം ഇഫ് ദ പബ്ലിക് കം ഫോർവേഡ് ഫോർ മോർ ഫോസ്റ്റർ ഹോംസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും എന്താ പറയാ ആ ഒരു ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരെ ട്രീറ്റ് ചെയ്ത് ബെറ്റർ ആക്കി പിന്നെ എന്ത് ചെയ്യും? പിന്നെ കുറെ പേര് പപ്പീസിന്റെ കാര്യം വിളിച്ചു പറയുമ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ അഡോപ്റ്റ് ആക്കി തരാം, എനിക്ക് സമയം വേണം. നിങ്ങൾ അത്രയും നാള് നോക്കൂ. അപ്പൊ പറയും എന്റെ വീട്ടിൽ ഓൾറെഡി ഒരു ഡോഗ് ഉണ്ട്, ഇവിടെ 100 ഡോഗിനെ വീട്ടിൽ വെച്ചിട്ട് 100 കൂടെ 10 കൊണ്ടുവരാൻ ഇവര് പറയുന്നത് നമ്മള്. അപ്പൊ 110 ആവുമല്ലോ. അപ്പൊ അതിലിപ്പോ കണ്ണു വിരിയാത്ത പപ്പീസിനെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള ടൈം ഇറ്റ് ടേക്സ് നിയോനേറ്റൽ പൂച്ചയിലും പട്ടിയായാലും. കാരണം കൂടെ ഇരുന്ന് ഇപ്പൊ ഫൈസലിനൊക്കെ വീട്ടിൽ പോലും കയറാത്ത ഫൈസൽ, വീട്ടിൽ പോലും കയറാത്ത ആന്റണിയൊക്കെ എങ്ങനെയാണ് ഈ പപ്പീസിനെ നോക്കാം? എടുക്ക് എന്ന് 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യണം. അന്നേരം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്ര വരത്തുള്ളൂ. നിങ്ങൾ അവര് തനിയെ ആഹാരം എടുക്കുന്ന ഒരു സമയം വരെ നിങ്ങൾ ഫീഡ് ചെയ്തൊന്ന് ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ അഡോപ്ഷൻ ആക്കി തരാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റോളാന്ന് പറയും. പക്ഷെ അതും ആർക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു തെരുവ് നായ വിമുക്ത കേരളം എന്ന് പറയുന്ന സ്ലോഗൻസ് കുറെ അധികം കണ്ടു. ഞാൻ വരുന്ന വഴിക്ക് ഇപ്പൊ ഒരെണ്ണം ആക്ച്വലി കണ്ടു. തെരുവ് നായ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണോ? ആസ് ലോങ് ആസ് ഹ്യൂമൻ ബീങ്സ് അതർ പട്ടികൾ മനുഷ്യർ എത്രത്തോളം ഓടിപ്പിക്കാൻ നോക്കിയാലും കാട്ടിൽ ജീവിക്കേണ്ട ആനേനെ പിടിച്ച് നാട്ടിൽ വെച്ചിട്ട് മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ട പട്ടീനെയാണ് ആൾക്കാർക്ക് കാട്ടിലേക്ക് റെസ്പോൺസിബിൾ ആണോ മനുഷ്യര്? ലൈക്ക് ഫോറിൻ കൺട്രീസ് പോലെ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെറ്റ് പാരന്റ്സ് ആയിട്ട് മാറണം. പട്ടിയെ വളർത്തുന്നവനായിട്ട് കാര്യമില്ല. ഒരു പട്ടിയെ വളർത്താൻ ഒരു ബെൽറ്റും ഒരു ചങ്ങലയും മതി എന്ന് ചിന്തിക്കുന്ന മലയാളികളാണ് കൂടുതലും. അതല്ല പെറ്റ് പാരന്റിങ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് അറിഞ്ഞൊരു കാര്യം, മൈക്രോ ചിപ്പിംഗ്. ഞാൻ കുറെ കാലമായിട്ട് വിചാരിച്ചു മൈക്രോ ചിപ്പിൽ ഫോറിനിലുള്ള പോലെ പെറ്റ് പേരന്റ് ഡീറ്റെയിൽസ് ഉണ്ടാവുന്ന. പെറ്റ് പേരന്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഈ ബ്രീഡേഴ്സ് മൈക്രോ ചിപ്പ് ചെയ്യണത് എന്തോ ഒരു നമ്പർ മാത്രം, സർട്ടിഫിക്കറ്റിന്റെ നമ്പർ വെച്ച് അത് വെച്ചിട്ട് യു ക്യാൻ നെവർ ഫൈൻഡ് ദ ലൈക്ക് ബ്രീഡേഴ്സിന് മാത്രമാണോ? എന്താ ഉണ്ടാവേണ്ടത് വെച്ചാൽ എവറി വീട്ടിലുള്ള ഡോഗ്സിന് കമ്പൽസറി മൈക്രോ ചിപ്പിംഗ് വെച്ചിട്ട് അതില് പേരന്റിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസ് വേണം. റോട്ടിൽ ഇറങ്ങുന്ന ഡോഗ്സിന് രജിസ്ട്രേഷൻ ഉണ്ട്. ഒരു കാര്യമില്ല. ഇടയ്ക്കൊരു റൂളൊക്കെ വന്നു ഇത്രയും പട്ടികളെ പാടൂന്നൊക്കെ. ഇപ്പം അവര് റൂൾസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ട്രേ ഡോഗ്സിന് ഫീഡ് ചെയ്യുന്ന ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഈ പട്ടിക്ക് ലൈസൻസ് എടുത്തിട്ടാണ് വളർത്തുന്നത്. ആ പഞ്ചായത്തിന്റെ പട്ടികൾക്കാണ് ഇവർ ആഹാരം കൊടുക്കുന്നത്. വീട്ടിലേക്ക് എടുത്തിട്ട് പോകാൻ, വീട്ടിലേക്ക് എടുത്തിട്ട് പോയ കംപ്ലൈന്റ് വീട്ടില് കൊറേം ഇതും സഹിക്കാൻ പറ്റാത്ത ഇറക്കി വിടാൻ. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയും ഇത്രയും ഡോഗ്സിന് നിങ്ങൾക്ക് 2 ഡോഗിനെ നോക്കാനേ പറ്റത്തുള്ളൂ, അതിന് മുകളിൽ വളർത്താനായിട്ട് പാടില്ല എന്ന് പറയും. എന്നാ പിന്നെ റോഡിൽ നിർത്തി ആഹാരം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറ്റില്ല. പക്ഷെ നിയമം അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വാട്ട് ഇസ് ദ റൂൾസ്? നിയമം എന്താണ്? റോട്ടിൽ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ? റെസ്പോൺസിബിൾ ഫീഡിങ് ചെയ്യണം. അതൊരു മര്യാദയാണ്. ശല്യമില്ലാത്ത രീതിയിൽ ഭക്ഷണം കൊടുക്കുക, ഫീഡിംഗ് സ്പോട്ട് അലോട്ട് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. അലോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അലോട്ട് ചെയ്യാത്ത സമയത്തോളം നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോഴും മറ്റുള്ള ആൾക്ക് ശല്യമില്ലാത്ത രീതി. ചില ആളുകളുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നു, കോഴിക്കാലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ ഇട്ടിട്ട് പോകരുത്. അതെ, പക്ഷെ ചിലപ്പോ ആ പട്ടി കഴിച്ചില്ല, ആ പട്ടി പോയി അത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് തുല്യാവും. പ്ലാസ്റ്റിക്കിലൊക്കെ കൊണ്ട് കേസ് വരും. അപ്പൊ അതിന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലാസ്റ്റിക്കിൽ കൊണ്ട് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിച്ചിട്ട് ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാനായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ കാണിക്കുക. അതൊക്കെ ഫീഡേഴ്സ് ചെയ്യേണ്ട. ഈ അടുത്ത് അവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരാള് കോഴിയുടെ കാലിട്ട് കൊടുത്തതിന് അയാൾക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ 5000 രൂപ പഞ്ചായത്ത് ഫൈൻ. ഈ കേരളത്തിലോ? അയാൾക്ക് മാത്രം? അയാൾക്ക് 5000 രൂപ ഫൈൻ അടിച്ചു കൊടുത്തു. എല്ലാ വീട്ടിലും ഫൈൻ അടിക്കേണ്ട ആവശ്യമുണ്ട്? അല്ല, അത്രയും വേസ്റ്റ് വഴിയിൽ കിടക്കുന്നതിനൊന്നും പ്രശ്നമില്ല. എല്ലാ സ്ലോട്ടർ ഹൗസസിന്റെയും തൊട്ടപ്പുറത്ത് എത്ര തെരുപ്പട്ടികളാണെന്നറിയോ? അവർ ഈ ചോരയുള്ള ചിക്കനും മട്ടനും ബീഫും കഴിച്ച് എന്നിട്ട് പറയാ 7 ലക്ഷം, എനിക്ക് ഐ തിങ്ക് ലാസ്റ്റ് അവർ കണക്കെടുത്തപ്പോ 7 ലക്ഷം സ്ട്രേ ഡോഗ്സ് ഉണ്ട് അത്ര കേരളത്തിൽ എന്നാണ് പറയുന്നത്. അതിൽ കൂടാനേ വഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഒന്നും ഇവര് സെൻസസ് എടുക്കുന്നില്ല. എത്ര ആനിമൽ ഫീഡേഴ്സ് ഉണ്ടാകും കേരളത്തിൽ? 7000 മാക്സിമം കൂട്ടിക്കോളൂ. അപ്പോഴും ബാക്കിയുള്ളവരെ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടാണോ വളരുന്നത്? ഭക്ഷണം കിട്ടുന്നത് വേസ്റ്റ് കളഞ്ഞിട്ടും ആളുകൾ കൊണ്ട് കളയുന്ന വേസ്റ്റ് അവർ ജീവിക്കുന്നത്. നമ്മുടെ ഷെൽട്ടറിൽ നമ്മൾ ഇത്രയും ആഹാരം കൊടുത്ത് വളർത്തുന്ന ഡോഗ്സിനേക്കാളും നല്ല വൃത്തിയായിട്ട് ഹെൽത്തി ആയിട്ടാണ് ഈ സ്ട്രേ ഡോഗ്സിന്റെ അടുത്ത് നമ്മള് അങ്ങനത്തെ ഏരിയയിലുള്ള ഡോഗ്സിനെ കൊണ്ട് നീ ബ്രെഡും ബട്ടറും ഒക്കെ ഒന്ന് കൊടുത്തു നോക്ക്, ബ്രെഡും പാലും കൊടുത്ത് തിരിഞ്ഞു നോക്കൂല. കഴിക്കത്തില്ല. കേരളത്തിൽ
നല്ല ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എറണാകുളത്ത് തന്നെ ഒരു പട്ടി മരിച്ചിട്ട് പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടം ഈ അടുത്ത് ഞാൻ കണ്ടു ഫ്ലക്സ് അടിച്ചിട്ടുണ്ട്. പക്ഷെ മീഡിയ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ അങ്ങനെ മാറും. But I have to also say Malayalam cinema has become very sensitive. Oh my God, You have to give it to them. seriously. I have to give them a big round of applause. The new directors who coming പ്രത്യേകിച്ചും up. നാടൻ പട്ടികളെ നല്ല ഒരുപാട് പ്രൊമോട്ട് രസമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് അതെന്താ പറയാ, അതാണ് മാറ്റം. സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമം അത് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയും അതേസമയം മറ്റേ പ്രസ് എന്ന് പറഞ്ഞ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും വ്യത്യാസം. ഈ സിനിമയിലുള്ള ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. ഏതൊക്കെയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സർവമായാലും നാടൻ പട്ടികളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലാട്ടിയിലൊക്കെ പറയുന്നുണ്ട്. വാലാട്ടി തുടരും, എല്ലാത്തിലും ഡോഗ്സ്. കാണുന്നുണ്ട് ആളുകൾ. കേരള ക്രൈം ഫയൽസിന്റെ ലൈക് ദ സെക്കൻഡ് പാർട്ട്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ലൈക് അപ്പൊ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തെറ്റായ കാര്യം പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാതെ പ്രസിനടുത്തൊരു റിക്വസ്റ്റ് ആണ്, ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ. റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഞാൻ ഞാനൊരു അഹങ്കാരിയാണ്, അത് റിപ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ നടക്കാത്തൊരു കാര്യം, ചെയ്യാത്തൊരു കാര്യം അതും ഇങ്ങനത്തെ ഒരു മേഖലയിൽ മാറ്റം ആവശ്യമുള്ളൊരു മേഖലയാണ് ആനിമൽ വെൽഫെയർ. ഡോണ്ട് യു വാണ്ട് കേരള ടു ബി സേഫ്? കേരള ഒരു ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഇത്രയും ഉണ്ടാവാൻ പാടില്ല, റേബീസ് ഫ്രീ ആവണം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് തന്നെയാണ്. ഞങ്ങൾക്കും തെരുവ് നായ്കൾ വേണ്ട അല്ലേ? എല്ലാ ഡോഗ്സും ഒരു ഫാമിലി വാട്ട് വി വാണ്ട് ഇസ് ടു ഹാവ് നല്ല ഫാമിലീസ്. എല്ലാ വീട്ടിലും ഒരു ഹാപ്പി പെറ്റ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യുനോ അങ്ങനത്തെയാണ്. നമുക്കും ഏറ്റവും സങ്കടമാണ് ഇവരെ ഈ റോഡിൽ കാണുന്ന മഴയത്തും വെയിലത്തും ഒക്കെ കാണുന്നത്. വി ആർ നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. പക്ഷെ അവരങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അതിനെ കുറച്ചുകൂടി ബെറ്ററായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നതാണ് ആനിമൽ വെൽഫെയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം, യുനോ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും മനുഷ്യരാണ്. അവർക്കും സ്വന്തമായിട്ടുള്ള ജീവിതമുണ്ട്, കുടുംബം എല്ലാം കുറെ സാക്രിഫൈസസ് കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. ഇവരുടെയൊക്കെ ഒരു 0.5% പോലും ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടില്ല, യുനോ. ഐ നോ ഐ ഹാവ് നോട്ട്. പക്ഷേ ദ വർക്ക് ദാറ്റ് ദേ ഓൾ ഡു, എത്ര അധികം ആൾക്കാരുടെ ലൈഫിലാണ് അത് ഹെൽപ്പ് ആയിട്ടുള്ളത് അവർ പോലും റിയലൈസ് ചെയ്യുന്നില്ല. സോ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ആനിമൽ വെൽഫെയറിൽ? ഇപ്പൊ മുഹമ്മദ് ഫൈസൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ എന്താണ് മനസ്സിലുണ്ടാവുമല്ലോ, ഷോ പെർഫെക്റ്റ് വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പോലെ അല്ലെന്നുണ്ടെങ്കിലും ആളുകൾ ഉപദ്രവിക്കാതിരിക്കണം ഡോഗ്സിനെ. അവര് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരിക്കുക, അതാണ് വേണ്ടത്. അത് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്, ആരും ഉപദ്രവിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് അവർക്ക് നടക്കാൻ പറ്റണം, അവർക്ക് ഭക്ഷണം കിട്ടണം, അവർക്ക് വെള്ളം കിട്ടണം, അവർക്ക് മഴയും വെയിലും വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാനായിട്ട് സാധിക്കണം. അതുപോലെ അവർക്ക് അസുഖങ്ങളും വരാതിരിക്കണം, പ്രത്യേകിച്ച് റേബീസ്. അത് അവർക്ക് റേബീസ് വരുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്, നമ്മൾ ഏറ്റെടുക്കണം. അവർക്ക് സ്വന്തമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് റേബീസ് വാക്സിൻ എടുക്കാൻ പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ തന്നെ അവർക്ക് പലരുടെ വിചാരമുണ്ട് ഡോഗ്സിനെ മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് റാബീസ് കാണത്തില്ല എന്നുള്ളത്. ഈ ഡോഗ്സ് മാറ്റുമ്പോഴത്തേക്ക് കുറുനരികൾ ഇറങ്ങും. എന്റെ നാട്ടിലാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ബോർഡറിൽ കുറുനരി വന്നിട്ട് 2 പേരുടെ മുഖമാണ് കടിച്ചു പറിച്ചത്. കുറുനരി ഫോക്സ് ഉണ്ടല്ലോ, അത് വന്ന് കടിച്ചു. അന്നേരം ഈ ഡോഗ്സ് ആണ് ഇവരൊന്നും വരാതിരിക്കാൻ നോക്കുന്നത്. മാസ് കള്ളിങ് ഒന്നും ഒരിക്കലും എങ്ങനെയാണ് കേരളത്തിൽ 7 ലക്ഷം തെരുവ് നായകൾ ഇന്ന് ഇല്ലാതാക്കി നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒന്നുമില്ല, തോന്നുന്നുണ്ടോ അടുത്ത ഒരു വർഷത്തിനിടയിൽ വീണ്ടും ഡോഗ്സ്? ഒരു ദിവസം എത്ര ഡോഗ്സ് ആക്സിഡന്റ് പറ്റി മരിക്കുന്നുണ്ട്, എന്നിട്ട് കുറയുന്നുണ്ടോ? ഇല്ല. ഒരു ഡോഗ് മരിക്കുമ്പോഴത്തേക്ക് 10-15 ഡോഗ്സിനെ കൊണ്ടുവന്ന് കളയാണ്. ചിലരുടെ സൊല്യൂഷൻ ആണ് വിഷം വെച്ച്, അവരവിടെ വിഷം വെച്ച് കൊന്നു കഴിഞ്ഞാൽ എത്ര നാള് അടുത്ത ഡോഗ്സ് വരും. ഇതൊരു സൊല്യൂഷൻ അല്ല. അതേ ഏരിയയിലല്ലേ, ആലുവ തന്നെയല്ലേ ഇപ്പോഴും കൊല്ലുന്നത്? അതേ ആലുവയിലായിരുന്നു അന്നും കൊന്നത്, അതേ ആൾക്കാരാണ് ഫണ്ടും ചെയ്യുന്നത്, കൊല്ലിപ്പിക്കുന്നതും ഒക്കെ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം. റെസ്പോൺസിബിൾ പെറ്റ് പാരന്റിങ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട്, അതുപോലെ കഴിയുമെങ്കിൽ മാത്രം പട്ടി വളർത്തിയാൽ മതി. 100% പറ്റുമെങ്കിൽ വളർത്തിയാൽ മതി. സമയം വേണം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അവർക്ക് വേണ്ടിയിട്ട് സ്നേഹം കൊടുക്കാൻ പറ്റണം. 10-12 വർഷം ഒരു ആവറേജ് ഒരു അസുഖം ഉണ്ടെങ്കിൽ നോക്കണം. അതെ, ഇതൊക്കെ പറ്റില്ലെങ്കിൽ പട്ടിയെ വളർത്തണ്ട.
അല്ലെങ്കിൽ അവരവിടെ കിടന്ന് മരിച്ചോട്ടെ, അതെ, കുഴപ്പമില്ല. നോക്കണ്ട. ഇത് അവർക്കൊരു ഹോപ്പ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ട് വളർത്താതിരിക്കുക. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഗിവ് അവേസ് ഗിവവേസ്. ഓ മൈ ഗോഡ്, സെലിബ്രിറ്റീസ് സപ്പോർട്ടിംഗ് ഗിവവേസ്. ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വെറ്ററിനറി ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, സെലിബ്രിറ്റീസ് ഡൂയിങ് ഗിവവേസ്. സ്റ്റോപ്പ് ദാറ്റ് ബുൾഷിറ്റ്. പെറ്റ് ഷോപ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ഇത്ര ലൈക്ക് കിട്ടാണെങ്കിൽ ഈ ഷിറ്റ്സു പപ്പി. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, അവരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഈ ചെയ്യുന്നവരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് നല്ലൊരു ചേഞ്ച് ആണ്. കാരണം കൂടുതൽ ഇൻസ്റ്റാഗ്രാമിനകത്താണ്, ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട് ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിനകത്ത് കൂടുതലായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണുള്ളത്. പക്ഷെ ഓൾസോ ദാറ്റ്സ് ബിക്കോസ് an evolution of audience also. ഇൻസ്റ്റാഗ്രാം കേസ് ചെയ്യുന്ന കുറച്ചുകൂടെ ജെൻ ഇങ്ങോട്ടുള്ളതാണ്. നേരെ ഫേസ്ബുക്ക് എന്റെ സെയിം വീഡിയോ തന്നെ ഓൾറെഡി ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും. അപ്പോ എനിക്ക് ഇതിലും അതിലും പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം ഫേസ്ബുക്കിൽ വായിക്കണ്ട, അതിന്റെ താഴെ മനസ്സിലാവും. അതെ, അതെന്താ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ആൾക്കാരുടെ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഫേസ്ബുക്ക് കുറച്ചുകൂടെ പഴയതാണ്, അപ്പം കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രാചീനമായ ചിന്താഗതിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കൺസർവേറ്റീവ് ആയ മിസോജനിസ്റ്റിക് ആയ ആ കൂട്ടത്തിലാണ് ഏറ്റവും ഭ്രാന്ത് പിടിച്ചിട്ടുള്ള മൃഗസ്നേഹികളുള്ളതും ആ ഒരു ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് പക്ഷെ അതിന്റെ ഒരു ബ്രിഡ്ജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഒരു 5% ഉള്ളായിരിക്കും മൃഗസ്നേഹികളായിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതിലാണ് നമ്മൾക്ക് കുറച്ചുകൂടെ യൂത്തിലേക്ക് കടക്കാൻ പറ്റുന്നതും കുറച്ചുകൂടെ പുതിയ കാല ചിന്തകളിലുള്ള കുട്ടികളും അവരിൽ നിന്നാണ് ഇനി മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കൂടുതലും അതിലാണ്. അവരിൽ നിന്നല്ല, അവര് പേരന്റ് ആവുന്ന സമയത്തെ ഇത് മാറത്തുള്ളൂ. ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് പോലും ചെയ്യാനായിട്ട് അവരുടെ പേരന്റ്സ് സമ്മതിക്കുന്നില്ല. അവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി ആ മാറ്റം വരണം. ഫോർ എക്സാമ്പിൾ വെൻ വി സ്പീക്ക് അബൌട്ട് ഫെമിനിസം, ഇക്വാളിറ്റി, അതൊക്കെ മാറ്റം വരേണ്ടത് നമ്മൾ വയസ്സാവുമ്പോഴാണ്. ഞാനൊരു 80 വയസ്സാവുമ്പോൾ മച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷെ ഞാൻ 20 വയസ്സായപ്പോൾ ഉള്ള ഞാനല്ല ഈ 40 വയസ്സിൽ കാണുന്നത്. ഇപ്പൊ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ആനിമൽ വെൽഫെയർ എന്ന മേഖലയിൽ തന്നെ എനിക്ക് സാനില 2015 ഐ തിങ്ക് അറൌണ്ട് ദാറ്റ് ടൈം ആണ് വെൻ വി ഗോട്ട് ഇൻ ടു ഇറ്റ്. 10 years later, 10 വർഷം ലേറ്റർ ഓൾറെഡി ആൾക്കാരുടെ പബ്ലിക്കില് ഒരു 5-10% മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നാടൻ പട്ടികൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ്. കറക്റ്റ്. നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം എന്നുള്ളൂ, കുറച്ച് വെയിറ്റ് ചെയ്യണം, പക്ഷെ തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യും. ഈ ബ്രീഡേഴ്സില് ഐ തിങ്ക് ഇല്ലീഗൽ ബ്രീഡിംഗ് ഇതുവരെ നിരോധിച്ചിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലീഗൽ ബ്രീഡിംഗ് നിയമമുണ്ട്, പക്ഷെ നിർത്തിയിട്ടില്ല. അതെ, ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിനെതിരെ സംസാരിച്ചോ അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങളെ നിവർത്തിയോണ്ട് ചെയ്യാതിരിക്കുന്നത് കാരണം അവരുടെ കയ്യിൽ 10-15 ഡോഗ്സ് കാണും. നിർത്തി കഴിഞ്ഞാൽ അവർ നേരെ അവർക്ക് പിന്നെ അതിനകത്ത് ഇൻകം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നേരെ നേരെ നമ്മളെ എടുക്കേണ്ടി വരും 15 ഡോഗ്സിനെയൊക്കെ. അത് വലിയൊരു ബേർഡൻ ആയിരിക്കും നമുക്ക് തലയിൽ. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ട്, അവരെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പോസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രീഡറിന്റെ വീട്ടിൽ നിന്ന് 25 ഡോഗ്സിനെയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ഷെൽട്ടറിൽ ഇപ്പൊ 100 എന്നുള്ളത് ഒരിക്കലും 200 ആക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഈ ഒരു 100 എണ്ണം തന്നെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അഡോപ്ഷൻ കൊടുക്കണം. ഹെൽത്തി ആയിട്ടുള്ളവരെ നമുക്ക് തിരിച്ച് റിലീസ് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത ഡോഗ്സിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഒരു മാസമായിട്ട് കൊണ്ടു ചെന്നുള്ള ഒരു എത്രയുള്ള ഡോഗ്സിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. എത്ര നമ്പർ പലരും വിളിക്കുന്നത് അവരുടെ വീട്ടിൽ 7 നാടൻ ഡോഗ്സ് ഉണ്ട്, എടുക്കാവോ, ഞങ്ങൾ താമസം മാറി പോവാണ്, പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവാണ്, എബ്രോഡ് പോവാണ്, ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് എത്രയും ഡോഗ്സിനെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന കുറെ പൊതുജനം അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇൻഫോമേഴ്സ്, ഒരു ഡോഗ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, ഒന്ന് കൊണ്ടുപോകാവോ, ഫൈനാൻഷ്യലി ഞാൻ സഹായിക്കാം. അവർ നോക്കുമ്പോൾ ഒരു വൂണ്ടും ഈ ഡോഗിന്റെ ശരീരത്തിൽ കാണില്ല, പക്ഷെ തീർച്ചയായിട്ടും അകത്ത് ഫ്രാക്ചർ ഉണ്ടാവും. അതിന് നമ്മൾ സർജറിക്ക് കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ മണ്ണുത്തി, കൊക്കാല പോലുള്ള തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഡേറ്റ് തരും. ആ ഡേറ്റിനെ സർജറി നടക്കുള്ളൂ. അത് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അത്രയും നാളെ ഡോഗ് പ്രൈവറ്റിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഡോഗ് സർജറി കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ 20,000, 25,000, 15,000 ഒക്കെയാണ്. എനിക്കാണ് ഇവന് ഷെൽട്ടർ, വയസ്സിലും ഷെൽട്ടർ ഉള്ളതുകൊണ്ട് ആ സർജറി കഴിഞ്ഞ ഒരു ആന്റിബയോട്ടിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൊണ്ടുപോവാം. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ പെരുമാവൂർ കമ്പാനിയൻ ഹോസ്പിറ്റൽ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. എനിക്കൊരു 20 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിർത്തി കഴിയുമ്പോൾ ഒരു 40,000 ഒരു ഡോഗിനാവും. അത് ഒരു ഡോഗിന്റെ റെസ്ക്യൂ ആണ്. ഒരു മാസം നോക്കുകയാണെങ്കിൽ 30 ഡോഗല്ല, ഒരു 40 ഡോഗെങ്കിലും വരും. ഈ 40 ഡോഗിൽ 10 സർജറി എങ്കിലും നമ്മൾ ഒരു മാസം ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ 1,00,000 എത്രയായി. ഇത് കൂടാണ്ട് അല്ലാത്ത ഹോസ്പിറ്റൽ ബിൽസ് എങ്ങനെ, പിന്നെ ഫീഡിങ്, പിന്നെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്, ഒരാള് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട്, ഡോഗ്സിന് ഭക്ഷണം കൊടുക്കാൻ.
ആളുടെ സാലറി സാലറി ഇതൊക്കെ ചേർത്ത് എങ്ങനെ വന്നെങ്കിൽ ഒരു 2.5-3 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം നമുക്ക് വേണം. അത് ഈ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ തരുന്നത് കൊണ്ട് നമ്മളത് റോൾ ചെയ്ത് പോകുന്നു എന്നാണ്. അല്ലാണ്ട് അതൊരിക്കലും ആൻഡ് അത് മാത്രമല്ല, ലൈക്ക് നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഒരു ഡോഗിന്റെ ഇട്ട് കഴിഞ്ഞാൽ ഇനീഷ്യലി ചിലപ്പോൾ കുറച്ച് ഫണ്ട്സ് കിട്ടും. ഇനീഷ്യലി കുറച്ച് പേര് അതിന്റെ സിറ്റുവേഷൻ കണ്ട ആ ഡോഗ് മേ ബി വിത്ത് us ഫോർ ലൈക്ക് ഒരു വർഷം. ഹൗ കെൻ യു കണ്ടിന്യൂ? ആൾക്കാരെ ഈ ഡോഗിന് വേണ്ടി ഞാൻ ഓൾറെഡി ഫണ്ട് ഇട്ടതാണല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാത്തൻ വാസ് ഓൾമോസ്റ്റ് 1.5 വർഷം ഉണ്ടായിട്ട് എങ്ങനെ ഹൗ ഡു യു കീപ് ഫണ്ട് റേസിങ്? അപ്പൊ ആൾക്കാർക്ക് ഒരു മടുപ്പ് വരും. അതൊന്ന് മാത്രമല്ല നമ്മളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം, നമുക്കൊരു മടിയാണ് ചോദിച്ചു. ഞാൻ ഒരു NGO ഉണ്ടല്ലോ, ഹ്യൂമാനിറ്റി ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അത് ചെറിയൊരു വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അവരാരെയും കുറ്റം പറയല്ല. പക്ഷെ ഞാൻ പറഞ്ഞ മാസം ഒരു 500 രൂപ, മാസം ഒരു എല്ലാരും ഡീസെന്റ് ആണ്, 500 രൂപയുടെ 100 രൂപയുടെ മാസം കൺസിസ്റ്റന്റ്ലി 500-1000 രൂപ ഇട്ട് അത് മതി. മാസം ഒരു 10 പേര് മാസം ഇട്ട് 10,000 രൂപയായില്ലേ? സത്യം. അത് 1-2-3 മാസം വരും. പിന്നെ പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പക്ഷെ ഐ എം ലൈക്ക് ഞാൻ എന്റെ പോക്കറ്റിൽ എടുത്ത് കൊടുത്തോളാം. ചിലവർ നമുക്ക് ഫണ്ട് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അതിന് ഫണ്ട് എനിക്ക് പറയാനുള്ളതാണ്, ഞാനൊരു ഡോഗിനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ ആൾക്ക് വേണ്ടി ഫണ്ട് തന്നാൽ മതി. ചിലർ ഫണ്ട് തരുന്നത് നാളെ അവർ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഓ അങ്ങനെയുണ്ട്. അവർ അന്ന് വിളിക്കുമ്പോൾ വരാൻ ചേച്ചി ബുദ്ധിമുട്ടാണ്, ഞാൻ വേറെ റെസ്ക്യൂവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൈസയൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ. അതായത് എന്നെ അഡ്വാൻസ് ആയിട്ട് അവർ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് പൈസ തന്നിട്ട്. ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇങ്ങനെയും നമ്മളോട് പെരുമാറുന്ന ഒരുപാട് പേര് മനസ്സിലാക്കി വെക്കുക. ഒരു ഡോഗിനെ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് കയ്യിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. റെസ്ക്യൂ ഇസ് നോട്ട് ഈസി, വെരി ഡിഫിക്കൽട്ട്. ഫിനാൻഷ്യൽ 4 ലക്ഷം രൂപയെങ്കിലും മിനിമം കമ്പാനിയൻ പെറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ കൊടുക്കാനുണ്ട്. 4 ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട്. ഇതുപോലെ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിലും പൈസ. പക്ഷെ അവര് നമ്മൾ ചെയ്യുന്ന നമ്മുടെ എഫേർട്ട് കണ്ടിട്ടായിരിക്കണം അവർ അങ്ങനെ അങ്ങ് നമ്മളെ പ്രഷർ ചെയ്യാറില്ല. എല്ലാവരും കുറച്ച് നല്ല വെറ്റ്സ് ഉണ്ട്. ലൈക്ക് എനിക്ക് HFAക്ക് റണ്ണിങ് അക്കൗണ്ട്, എന്നിട്ട് ഞാൻ റണ്ണിങ് അക്കൗണ്ട് എപ്പോ കൊണ്ടുപോയാലും ഇല്ല റെസിനോ. പക്ഷെ ഐ വിൽ ബാക്ക് ഇറ്റ്. ആ റെസ്ക്യൂസ് പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞാലേ എടുക്കത്തുള്ളൂ. ബിക്കോസ് അതെന്താ അറിയാം, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ബിക്കോസ് അവർക്കറിയാം നമ്മൾ ജെനുവിൻലി ചെയ്യുന്നതുകൊണ്ടാണെന്ന്. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് കുറച്ചുകൂടി ഈസിയർ ഫണ്ട്സ് കൊടുത്ത് ചെയ്യാനാണ്. പക്ഷെ വിളിക്കുന്ന എന്തോരം പേരുണ്ട് യുനോ. പക്ഷെ എല്ലാവരെയും നമുക്ക് ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വി വാണ്ട് മോർ പീപ്പിൾ ലൈക്ക് ദാറ്റ് ടു കം. ആൻഡ് ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഒരു പബ്ലിക് അവയർനെസ്, സ്കൂൾസ് കോളേജസ് അവയർനെസ് എന്നല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ഈസ് ഐ സ്റ്റിൽ ഫീൽ ദ ഗവൺമെന്റ് ഹാസ് നോട്ട് ഡൺ എനിത്തിങ് ഇനഫ്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഉള്ള ഒരു ഇൻപുട്ട് വന്നാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ പറ്റും. വാട്ട് ഈസ് യുവർ ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ? ലൈക്ക് റെപ്രസെൻറ്റേറ്റീവ് സീ ഇറ്റ് ആസ് എ ലൈക്ക് കോമൺ ഇഷ്യൂ, ഒരു ആനിമൽ വെൽഫെയർ ഇഷ്യൂ എന്നല്ലാണ്ട് ഇറ്റ്സ് ബേസിക്കലി നമ്മൾ ചോദിക്കണതും ഇറ്റ്സ് എ ഹ്യൂമൻ വെൽഫെയർ സൊല്യൂഷൻ. അതിനെ ഒരു ഒറ്റപ്പെടുത്തിയ ഒരു ലൈക്ക് കുറേ മൃഗസ്നേഹികൾ, പ്രാന്തളകിയ മൃഗസ്നേഹികൾ, പട്ടിപ്രേമികൾ ചോദിക്കുന്ന ഒരു തോട്ട് അല്ലാണ്ട് ലൈക്ക് ദ ഗവൺമെൻറ് സീ ഇറ്റ് ആസ് എ serious thing that needs to be call done. us. Call us. നിങ്ങളൊരു സാധനം ഒരു പ്ലാൻ ഇട്ടിട്ട് ഒരു മീറ്റിങ്ങോ വല്ലതും വെച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സാധനം കൊച്ചി ബേസ്ഡ് ആയിട്ട് ഒരെണ്ണം, കാലിക്കറ്റ് വോട്ട് എവർ ഓരോ ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിട്ട് ഒരു മീറ്റിംഗ് വല്ലതും വെച്ച് ആ ഏരിയയിലുള്ള കുറച്ച് ഇത് പണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തുണ്ടായിരുന്നു സുപ്രീം കോടതി ഓർഡർ ഉണ്ടായി. ഈ അടുത്ത് ഒരു 2-3 മാസം മുൻപ് വിളിച്ചിരുന്നു. ആലുവയിൽ വിളിച്ചിരുന്നു, തൃശ്ശൂർ വിളിച്ചിരുന്നു, ആനിമൽ ലവേഴ്സും ഓർഗനൈസേഷൻ. എന്നിട്ട് നമുക്ക് ഷെൽട്ടറിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ക്വസ്റ്റ്യൻ അതല്ല, നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഷെൽട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വർക്ക് ചെയ്യാം, നമ്മൾ സ്റ്റെറിലൈസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പൈസയൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തൂലേ, പിന്നെ സ്ഥലവും നിങ്ങൾ തന്നെ കണ്ടെത്തൂലേ, ഇതെല്ലാം നമ്മൾ തന്നെ കണ്ടെത്തി. അതെനിക്ക് മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് സ്ഥലമെങ്കിലും അവർ കണ്ടെത്തി തരണം. അന്നേരം സ്ഥലവും അതിനുള്ള ഫണ്ട് ഐ എം സോ സോറി ടു സേ ദിസ്. നമ്മളൊക്കെ നമ്മുടെ രീതിയിൽ ചെയ്യുന്നുണ്ട്, അത് നമ്മൾക്ക് അങ്ങ് തുടരാം. ഗവൺമെന്റ് കൂടെ വന്ന് അവരുടെ ഭാഗം അവർക്ക് ചെയ്തു തന്ന്. ഐ മീൻ സി ദെയർ ആർ ലോട്ട്സ് ഓഫ് ഇന്റലിജന്റ് ഇന്റലിജന്റ് പീപ്പിൾ ഇൻ ദി സിസ്റ്റം. ഓക്കെ, അവരൊന്നൊന്ന് ആലോചിച്ചാൽ മതി ഈ ഷെൽട്ടറിന്റെ കോൺസെപ്റ്റിൽ എത്ര അത് പ്രാക്ടിക്കൽ ആണ് എന്നൊന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കി. ഇമോഷണൽ അല്ലാണ്ട് സയൻസ് ബാക്ക്ഡ് ആയിട്ട് ലൈക്ക് ദർ ഇസ് പെർഫെക്റ്റ് സയന്റിഫിക്
ഡാറ്റ ടു ഷോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ. Yeah. അത് ഇപ്പൊ എടുക്കുന്നതൊക്കെ ടെമ്പററി സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ കുറച്ച് ഡോഗ്സിനെ കൊല്ലലൊക്കെ, ആൻഡ് അത് കാണുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം കുറച്ച് ദിവസത്തേക്ക് അവിടെ കുറച്ച് ഡോഗ്സിനെ കാണില്ല, കാരണം ആൾക്കാരുടെ അടുത്ത് വരുന്ന ഫ്രണ്ട്ലി ഡോഗ്സ് കുറച്ചൊന്നും ഇല്ല ആ ഒരു ഏരിയയിൽ. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എത്ര കൊല്ലായിട്ട് തുടങ്ങിയിടാൻ അറ്റ്ലീസ്റ്റ് ഇനി ആരെങ്കിലും ഇതിലേക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് വന്ന് ചെയ്യുവാണെങ്കിൽ ഒരു 3 to 5 year പ്ലാൻ. ഓക്കെ, ഒരു വർഷത്തെ പ്ലാൻ ഇട്ടിട്ട് കാര്യമില്ല. 3 to 5 year പ്ലാൻ ഓഫ് സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ, അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഷെൽട്ടറും ഉണ്ടെങ്കിൽ, അത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് യു ഹാവ് ടു ഓൾസോ ഫണ്ട് ഇറ്റ്. യു ഹാവ് മണി ഫോർ ഇറ്റ്. ദർ ഇസ് ടാക്സ് പേയേഴ്സ് മണി ഫോർ ദിസ്. ഓക്കെ, ആ ഫണ്ട് ഇതിൽ യൂട്ടിലൈസ് ചെയ്ത് കുടുംബശ്രീ പോലത്തെ ആൾക്കാരെ അല്ല സ്റ്റെറിലൈസേഷൻ ഏൽപ്പിക്കേണ്ടത്. ഇതിന് അവർക്ക് മോണിറ്റർ ചെയ്യാം, ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അതെ, കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് നിങ്ങൾ യു ഡു വാട്ട് എവർ ഇറ്റ് ഇസ്, അത് ട്രെയിൻ ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയൊക്കെ എടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദർ വാസ് എ ടൈം, ഐ റിമെമ്പർ ദിസ്. ഓക്കെ, അതിന് പറ്റിയുള്ള സിസ്റ്റംസ് ആൻഡ് പീപ്പിൾ ഒക്കെ എല്ലായിടത്തും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ബട്ട് പ്ലീസ് do it the right way, no? Like we need help. ഇത് എത്ര പേര് ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. there are so many people. ഞാനൊക്കെ ആക്ച്വലി വോക്കൽ ആയ ഒരാൾ മിണ്ടാതിരുന്ന പിന്നെ മതിയായി. എത്ര ഒച്ചയും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സമയത്ത്. അതിന് തെറി വെക്കുന്നത് ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ട് ഓറിയന്റഡ് ആവണം നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രോജക്റ്റിൽ നിങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ആണ്. യു ആർ ഡൂയിങ് യുവർ തിങ്. മോന്റെ കാര്യം ചെയ്യുന്നു, സാലിയുടെ കാര്യം ചെയ്യുന്നു, ഞാൻ എന്റേതായ രീതി ചെയ്യുന്നു. പക്ഷെ ഇതൊരു മാറ്റം സമൂഹത്തിൽ വരണമെങ്കിൽ, ശരിക്കും ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഇതൊരു കമ്പൈൻഡ് എഫേർട്ടായിട്ട് നാട്ടുകാരും റെസ്ക്യൂവേഴ്സും ഗവൺമെന്റും മീഡിയയും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ എന്തോരം കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ലോകത്ത്. ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ഡോഗ്സ് ഉള്ള സ്ഥലത്ത് ഈ പ്രശ്നമില്ല. ഇപ്പൊ ഫോർട്ട് കൊച്ചി ബീച്ച് ആൾക്കാർ സെൻസിറ്റീവ് ആണ്. ഇഷ്ടം പോലെ ഡോഗ്സ് ഉണ്ട്. ചെറായി ബീച്ചിൽ എനിക്ക് ചുമ്മാ നടന്നു കഴിഞ്ഞാൽ ഒരു 500 പട്ടികളെ നമുക്ക് കാണാം. നിലമ്പൂര്, ഞാൻ ഇപ്പൊ അടുത്ത് പോയ നിലമ്പൂര്, കോളനി കരുളായില്, സോ അണ്ടർ പ്രിവിലേജ്ഡ് പീപ്പിൾ, ലൈക്ക് അവരെന്നെ സ്വന്തം വീടില്ല. അവര് 2018 ഫ്ലഡ്സിൽ അവരുടെ വീടുകളൊക്കെ വാഷ്ഡ് ഔട്ട് ആയി. എവറി ഹൗസ് ഹാസ് 3-4 ഡോഗ്സ്, നാടൻ പട്ടികള്. ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ. ഡോഗ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവര് നാട്ടുകാർ പറയും അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, അവര് ഇടയ്ക്കുള്ളതാണ്. അവർ അത്രയും കൂളായിട്ടാണ് അത് എടുക്കുന്നത്. പക്ഷെ ഈ ഭയങ്കര ഉള്ളിലുള്ള ഏരിയയിലൊക്കെ 1-2 ഡോഗ്സ് വരുമ്പോഴേക്കും ആളുകൾക്ക് പ്രശ്നം, വിഷം വെച്ച് കൊല്ലുക. ആൾക്കാർ പറയും AC കാറിൽ യാത്ര ചെയ്യണവരും വലിയ വീടുള്ളവർക്കാണ് പട്ടിപ്രേമികൾ. ദാറ്റ് ഈസ് ആക്ച്വലി വെരി റോങ്. നമുക്ക് പട്ടിയടി കൊള്ളുന്നില്ല. അതെ, ഇവിടെ ഒരു കടി, ഇവിടെ ഒരു 3 കടി കയ്യിൽ. നമുക്ക് കടി കിട്ടുന്നത് ഇത്രയും ഡോഗ്സിനെ റെസ്ക്യൂ ചെയ്തിട്ട് ഒരു ഡോഗ് പോലും നമ്മൾ ഇങ്ങോട്ടൊന്നും കടിച്ചിട്ടില്ല. നമ്മള് അവരെ സമയത്ത് കടി കിട്ടും. വേദന എടുക്കുമ്പോൾ അവർ കടിക്കുന്നു, അല്ലെങ്കിൽ പേടിച്ചിട്ട് കടിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഈ റേബീസ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ത്രെറ്റ്, ഇറ്റ് ഈസ് എൻ അസുഖം. അതൊരു അസുഖമാണ്. അത് വരാതിരിക്കണമെങ്കിൽ ആന്റി റേബീസ് വാക്സിനേഷൻ അവർക്ക് കൊടുക്കണം. അതും നമ്മൾ തന്നെ കൊടുക്കണം. അതെ. അപ്പൊ എന്തായാലും ഇതിന് ഇത് നമ്മളിപ്പോ ഒരു തെരുവ് നായ ഒരു മൃഗത്തിനെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ ടാൻജൻസ് ആയിട്ട്. ദിനം ആനകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്ലോട്ടർ ഹൗസിനെ കുറിച്ച് സംസാരിക്കുക. എല്ലാത്തിലും ഇങ്ങനെ ഭയങ്കര ബ്രോഡായി കിടക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ കൂടുതലും ഈ തെരുവ് നായ എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ട്രീ, ഉറപ്പായിട്ട് ഇതിന്റെ ഇടയിൽ കമന്റ്സ് വരും. ഈ പറയുന്ന ആൾക്കാർ എന്താ ചിക്കനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, പശു, ലൈക്ക് ഒരു ഇഷ്യൂനെ പറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ ടോക്ക് ഓൺ ദാറ്റ് ഇഷ്യൂ. അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വേറെ അതിന് എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കണം. ബിക്കോസ് ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ്. ഇപ്പൊ ചിത്ര അയ്യരോ ജയചന്ദ്രൻ സാറോ ഒക്കെ വന്നാൽ നമുക്ക് ആനകളെ കുറിച്ച് സംസാരിക്കാം. ബിക്കോസ് അവർക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച്, അവർ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ആൻഡ് വി കൻ ഗോ ഓൺ ടോക്കിംഗ് യു ഗൈസ്. ആൻഡ് ഇതിനെക്കുറിച്ച് വർഷങ്ങൾ തെറിയേക്കാനും നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, സന്തോഷത്തോടെ. ബിക്കോസ് ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ നിനക്ക് നിന്റെ രീതിയിൽ ചെയ്യാം. ആളുകളുടെ പോസിറ്റീവ് കമന്റിനോ നെഗറ്റീവ് കമന്റിനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അത് മതി. ആ ഒരു ആനിമലിനെ ഹെൽപ്പ് If you can be compassionate. How hard is it? Raise your kids right. Yeah, raise your kids right. So that's all I think we've spoken for. ഈ ആളുകൾ ഫീഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു ഡോഗിന് റാബീസും വരത്തില്ല, പ്രസവിക്കത്തുമില്ല. നമ്മൾക്ക് നടക്കുന്ന അതേ സിസ്റ്റമാണ് അവർക്കുള്ളത്. ഇവര് പ്രസവിക്കുന്നതോ അല്ലെങ്കിൽ ഇവരാരെങ്കിലും റാബീസോ ഒന്ന് കടിക്കുന്നതിനോ ഫീഡേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫീഡേഴ്സിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടോ ഒരു കാര്യമില്ല. Actually they are doing you a service.
പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈ അഗ്രസീവ് ആണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നവരെ കുറച്ച് കാമാക്കി ചില്ലാക്കി ഫീഡ് ചെയ്ത് ഹാപ്പി ആക്കി വിശപ്പൊന്നും ഇല്ലാതെ നിർത്തുന്നത് ഇവർ തന്നെയാണ്. അവരെ നല്ല കമ്മ്യൂണിറ്റി ഡോഗ്സ് ആയിട്ട് വളർത്തുക, ലൊക്കാലിറ്റി ഡോഗ്സ് ആയി വളർത്തുക, വാക്സിനേറ്റ് ചെയ്യുക, ന്യൂട്രി ചെയ്യുക. ഇതാണ് വർഷങ്ങളായി പറയുന്നത്. ഇത് തന്നെയാണ് ലോസ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളതും. അത് നമുക്കൊക്കെ പ്രാക്ടിക്കലാക്കി മാറ്റാൻ പറ്റട്ടെ എന്ന ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇന്നത്തെ ഈ ജീനി ടോക്സ് അവസാനിപ്പിക്കുന്നു. I want to say thank you so much you guys for coming and taking time out. And yeah, മാറ്റം വരട്ടെ അല്ലേ? വരുന്നുണ്ടല്ലോ. വരുത്തും. Genie Talk.